Hi all, welcome back to Veranda Rees Malayalam YouTube channel. അപ്പോൾ നമ്മളിവിടെ ഹിസ്റ്ററിയുടെ ഒരു സീരീസ് ആയിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത്. നമ്മൾ എന്താണ് ഏൻഷ്യൻ ഹിസ്റ്ററിയാണ് സ്റ്റാർട്ട് ചെയ്തത്. അതിൻ്റെ രണ്ടാമത്തെ സെഷനാണിത്. ആദ്യത്തെ സെഷൻ ഓൾറെഡി അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. ആദ്യത്തെ സെഷനിൽ നമ്മൾ സ്റ്റോൺ ഏജും ഇൻഡസ് വാലി സിവിലൈസേഷനും ആണ് ഡിസ്കസ് ചെയ്തത്. അതിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ ആണ് ഈ ക്ലാസ്. അപ്പോൾ ആരെങ്കിലും അത് മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതുകൂടെ കാണുക. അതിൻ്റെ ബാക്കി വരുന്നതാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ സ്റ്റോൺ ഏജ് ഏൻഷ്യൻ ഇന്ത്യയെ പറ്റി പറയുകയാണെങ്കിൽ സ്റ്റോൺ ഏജ് മുതൽ ഏകദേശം എന്താണ് ഹർഷവർദ്ധന ഡൈനാസ്റ്റി വരെയാണ് നമ്മൾ ഏൻഷ്യൻ ഇന്ത്യയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം സ്റ്റോൺ ഏജ് ഇൻഡസ് വാലി കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇൻഡസ് വാലി കഴിഞ്ഞിട്ട് നമ്മൾ ഇൻഡസ് വാലിയുടെ ലാസ്റ്റ് സ്ലൈഡ് നിർത്തിയത് എന്തിലാണ്? ഇൻഡസ് വാലിയുടെ ഡിക്ലൈൻ്റെ കാരണങ്ങൾ പറഞ്ഞിട്ടാണ്. അപ്പം അതിലൊരു കാരണമായിട്ട് നമ്മൾ പറഞ്ഞാണ് ആര്യൻ ഇൻവേഷൻ തിയറി, അതായത് ആര്യന്മാരുടെ വരവ്. അപ്പം ആര്യന്മാരുടെ വരവും അത് റിലേറ്റ് ചെയ്തിട്ടുള്ള വേദിക് ഏജുമാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത്. സ്ക്രീനിൽ കാണാം, വേദിക് ഏജ് ആണ് ടോപ്പിക്. എന്താണ് വേദിക് ഏജ്? നമുക്കറിയാം, നമുക്ക് എന്താണ് 4 വേദങ്ങളാണുള്ളത്. ആ 4 വേദങ്ങൾ എഴുതിയ കാലഘട്ടത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? വേദിക് ഏജ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ 4 വേദങ്ങളും ആരെഴുതിയെന്നാണ് പറയുന്നത്? നമ്മൾ ഇതുവരെ കറക്റ്റായിട്ട് ഈ വേദങ്ങൾ എന്താണ് ഒരാൾ എഴുതിയെന്ന് പറയത്തില്ല. അത് വേദാസ് ആർ റിട്ടൺ ബൈ എന്ന് ചോദിച്ചാൽ അങ്ങനെ പറയത്തില്ല. പകരം എന്താണ്? വേദാസ് ആർ കമ്പോസ്ഡ് ബൈ. വേദങ്ങൾ കമ്പോസീവ് ആണ്. അതായത് ഒരാളെ നമുക്ക് എന്താണ് വേദങ്ങൾ എഴുതിയെന്ന് പറയാൻ പറ്റില്ല. പകരം വേദങ്ങൾ എന്താണ് പല ആൾക്കാരാൽ കമ്പോസ് ചെയ്യപ്പെട്ടാണ്. അപ്പോൾ വേദങ്ങളുടെ തുടക്കം എന്താണ്? വേദങ്ങൾ ആര്യന്മാർ എഴുതിയെന്ന് പറയുന്നുണ്ട്. അപ്പൊ വേദങ്ങളുടെ അകത്ത് നമുക്ക് ഏത് ഭാഷയാണ് കാണാൻ പറ്റുന്നത്? വേദിക് സാൻസ്ക്രിറ്റ് ആണ്. അപ്പൊ സാൻസ്ക്രിറ്റ് എന്താണ്? ഒരു ഇൻഡോ യൂറോപ്യൻ ലാംഗ്വേജ് ആണ്. അപ്പൊ ഇൻഡോ യൂറോപ്യൻ ലാംഗ്വേജ് ആയതുകൊണ്ട് ഇത് എഴുതിയ ആര്യന്മാരെന്ന് പറയുന്നത് എങ്ങനെയുള്ള ആൾക്കാരായിരിക്കും? ഇൻഡോ യൂറോപ്യൻ ആൾക്കാരായിരിക്കും എന്നാണ് പറയുന്നത്. അപ്പൊ പല വാദങ്ങളാണ് എന്ത് വേദിക്ക് റിലേറ്റ് ചെയ്തിട്ട് നമുക്കുള്ളത്. അപ്പൊ നമ്മൾ ആദ്യമായിട്ട് നോക്കുന്നത് ഈ വേദ ബുക്കുകൾ എഴുതിയ ആര്യന്മാർ ആരാണെന്നാണ്. ആര്യന്മാരെ പറ്റി പല തിയറികളാണുള്ളത്. അപ്പൊ ബേസിക്കലി നമ്മൾ പറഞ്ഞ എന്താണ്? നമ്മുടെ വേദിക്കിൻ്റെ അകത്തുള്ള സാൻസ്ക്രിറ്റ് എന്ന് പറയുന്നത് ഇൻഡോ യൂറോപ്യൻ ലാംഗ്വേജുമായിട്ട് ധാരാളം സാമ്യങ്ങളുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇൻഡോ യൂറോപ്യനിൽ നിന്ന് ഇങ്ങോട്ട് കുടിയേറി വന്നവരാണ് ആര്? ആര്യന്മാരെന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു തിയറി എന്താണെന്ന് വെച്ചാൽ യൂറോപ്പ് ബ്ലാക്ക് സിയുടെ അടുത്തുള്ള യൂറോപ്പിൽ നിന്ന് കുറെ ആൾക്കാർ ലോകത്തിന്റെ പല വിഭാഗങ്ങളിലേക്കും മൈഗ്രേറ്റ് ചെയ്ത് പോകുന്നു. അപ്പൊ ഇവരെല്ലാവരും എവിടെ? സെൻട്രൽ ഏഷ്യയിലേക്ക് വരികയും സെൻട്രൽ ഏഷ്യയിൽ നിന്ന് ഇവര് പല പല രാജ്യങ്ങളിലേക്ക് മൈഗ്രേറ്റ് ചെയ്ത് പോവുകയും ചെയ്തു. അങ്ങനെ സെൻട്രൽ ഏഷ്യയിൽ നിന്ന് ഇന്ത്യയിലേക്ക് വന്ന ആൾക്കാരാണ് ആര്? ആര്യൻസ് എന്നാണ് നമ്മൾ പറയപ്പെടുന്നത്. എന്നിട്ട് ഈ ആര്യൻസിന്റെ കാലഘട്ടത്തിലാണ് എന്ത് വേദങ്ങൾ രചിക്കപ്പെടുന്നത്. അപ്പൊ ഈ വേദങ്ങൾ രചിക്കപ്പെടുന്ന മൊത്തം പീരീഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വേദിക് ഏജ് എന്ന് പറയുന്നത്. ഇനി വേദിക് ഏജിന്റെ ടൈം പീരീഡ് നോക്കുകയാണെങ്കിൽ അപ്പൊ നമ്മൾ ഇൻഡസ് വാലി ഏത് ടൈം പീരീഡിലാണ് നിർത്തിയത്? 3500 മുതൽ 1500. അങ്ങനെയാണെങ്കിൽ വേദിക് ഏജ് എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? 1500 മുതൽ 500 BC വരെയാണ് എന്ത് വേദിക് ഏജ് വരുന്നത്. ചില ബുക്കുകളിൽ നമുക്ക് 600 BC എന്നും കാണാം. ഞാൻ പറഞ്ഞു ഏൻഷ്യൻ ഇന്ത്യ ആയതുകൊണ്ട് നമുക്ക് എന്താണ് കറക്റ്റ് ഡീറ്റെയിൽസ് അറിയാത്തതുകൊണ്ട് ക്രോണോളജി എന്താണ് ഓവർലാപ്പ് ചെയ്ത് വിടും. അപ്പൊ നിങ്ങൾ അത് നോക്കണ്ട. 1500 മുതൽ 500 BC ആണ് റഫ് ആയിട്ടുള്ള ഒരു ടൈം ലൈൻ. ഇനി വേദിക് ഏജ് തന്നെ 2 ഡിവിഷനാണുള്ളത്. വേദിക് ഏജ് നമുക്ക് 2ആയിട്ട് തിരിക്കാം. എന്താണോ ഒന്ന് ആദ്യത്തെ വരുന്നത് എന്താണ്? ഏർലി വേദിക് ഏജും രണ്ടാമത് വരുന്നത് ലേറ്റർ വേദിക് ഏജും. ഇതിനും ടൈം പീരീഡിൽ ചെറിയ വ്യത്യാസമുണ്ട്. ഏർലി വേദിക് ഏജ് 1500 മുതൽ 1000 BC വരെയും ലേറ്റർ വേദിക് എന്താണ് 1000 മുതൽ 500 BC അല്ലെ 600 BC വരെയാണ് ലേറ്റർ വേദിക്. നിങ്ങൾക്കും വേദിക് ഏജിൽ തന്നെ 2 കാലഘട്ടങ്ങളാണ്. അപ്പൊ ഇവർ കോമൺ ആയിട്ടുള്ള കാര്യങ്ങളല്ലേ? എന്താ ഇവിടെ ഡിവിഷൻ? കോമൺ ആയിട്ടുള്ളത് എന്താണ്? വേദങ്ങൾ എഴുതപ്പെട്ടെന്നേ ഉള്ളൂ. സൊസൈറ്റി, എക്കണോമി, പൊളിറ്റി, ജിയോഗ്രഫി വരെ എന്താണ് ഡിഫറെൻ്റ് ആണ് 2 വേദിക് കാലഘട്ടങ്ങളും. ഇപ്പൊ ഏർലി വേദിക്ക് നോക്കുകയാണെങ്കിൽ ഏർലി വേദിക്ക് നമുക്ക് മെയിൻ ആയിട്ട് ഒരു വേദം മാത്രമേ കാണാൻ പറ്റൂ. ഏത് വേദമാണ്? ഋഗ്വേദം. ഇപ്പൊ ഏർലി വേദിക് പീരീഡിൽ ഋഗ്വേദമാണ് മെയിൻ വേദം. ബാക്കിയുള്ള വേദങ്ങളും വേദിക് ലിറ്ററേച്ചറിലെല്ലാം നമുക്ക് എവിടെയാണ് കാണാൻ പറ്റുന്നത്? ലേറ്റർ വേദിക് ഏജിലാണ് കാണാൻ പറ്റുന്നത്. അപ്പൊ ആര്യന്മാർ എവിടെ നിന്ന് വന്നതാണ് പറയുന്നത്? സെൻട്രൽ ഏഷ്യൻ റീജിയനിൽ നിന്ന് വന്നെന്നാണ് പറയുന്നത്. അപ്പൊ ഏർലി വേദിക് ഏജിൽ ആര്യന്മാരും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തത് നോർത്ത് വെസ്റ്റേൺ ഭാഗത്തായിരുന്നു. ഓക്കെ, ഇതാണ് സെൻട്രൽ ഏഷ്യൻ റീജിയനിൽ നിന്നുള്ള ആര്യൻ ഇൻവേഷൻ. ഇപ്പൊ കൂടുതലും എന്താണ് ഏർലി സ്റ്റേജിൽ ഏർലി വേദിക് പീരീഡിൽ ഇവരൊരു നോർത്ത് വെസ്റ്റേൺ ഈ ഒരു ഭാഗത്താണ് കൂടുതലും താമസിച്ചു പോന്നിരുന്നത്. ഇനി ലേറ്റർ വേദിക് ആകുമ്പോൾ ഒരു മേജർ ഇൻവെൻഷൻ എന്ന് പറയുന്നത് എന്താണ്? അയണിന്റെ കണ്ടുപിടുത്തമാണ്. ഏർലി വേദിക്കിൽ നമുക്ക് അയണില്ല. ഇപ്പൊ ലേറ്റർ വേദിക് ആകുമ്പോഴത്തേന് എന്താണ്? ഇരുമ്പ് കണ്ടുപിടിക്കുകയാണ്. ഇപ്പൊ ഇരുമ്പ് കണ്ടുപിടിക്കുമ്പോഴുള്ള മെയിൻ ഗുണം എന്താണ്? ഇവരുടെ ജോഗ്രഫിക്കൽ എക്സ്റ്റൻഷൻ പിന്നെയും കൂടും. കാരണം ഇരുമ്പ് കണ്ടുപിടിക്കുന്നതോടെ ഇരുമ്പ് വെച്ചിട്ടുള്ള ടൂൾസ് വരും. അതുകൊണ്ട് എന്താണ് നമുക്ക് ഇവിടെയുള്ള കാടുകളൊക്കെ വെട്ടിത്തെളിച്ച് കുറച്ചുകൂടി ഇങ്ങോട്ട് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും.
അപ്പൊ ലേറ്റർ വേദിക് ഏജ് ആകുമ്പോഴത്തേന് എന്താണ്, ലേറ്റർ വേദിക് പീരീഡ് ആകുമ്പോഴത്തേന് ആൾക്കാർ എങ്ങോട്ടൂടെ വരുന്നു, ഈ ഒരു നോർത്തേൺ പ്ലെയിൻസിലേക്കും വരുന്നു. അപ്പൊ ആദ്യത്തെ ഡിഫറൻസ് എന്താണ്, ഏർലി വേദിക് ഏജിൽ ജോഗ്രഫി വെച്ചിട്ടുള്ള ഡിഫറൻസ് എന്താണ്, ഏർലി വേദിക് ഏജിൽ ആൾക്കാർ ഈ നോർത്ത് വെസ്റ്റേൺ ഭാഗത്തായിരുന്നു. ലേറ്റർ വേദിക് ഏജ് ആകുമ്പോഴത്തേന് എന്താ, അയണിന്റെ ഇൻവെൻഷൻ കാരണം അവരെന്താണ് നോർത്തേൺ പ്ലെയിൻസിലൂടെ വരുന്നുണ്ട്. രണ്ടാമത് ഡിഫറൻസ് പറയാം, ഏർലി വേദിക് ഏജിലെ ആൾക്കാർ നാടോടികൾ, ഇപ്പൊ സെൻട്രൽ ഏഷ്യയിൽ ആൾക്കാർ ഇങ്ങോട്ട് വരണമെങ്കിൽ അവരെന്താണ് മെയിൻ ആയിട്ട് നൊമാഡ്സ് ആണ്, അല്ലെ പാസ്റ്റർ ലൈഫാണ്, നാടോടികളാണ്. ഇവിടുന്ന് നമ്മൾ എന്താണ് നോർത്തേൺ പ്ലെയിൻസിലേക്ക്, ലേറ്റർ വേദിക് പീരീഡിൽ നോർത്തേൺ പ്ലെയിൻസിലേക്ക് വരുമ്പോൾ വ്യത്യാസം എന്താണ്, അവർ സെറ്റിൽ ആവും. ഈ നോർത്തേൺ പ്ലെയിൻസിന് ഇമ്പോർട്ടൻസ് എന്താണ്, ഇതുവഴിയാണ് നമ്മുടെ മെയിൻ പെനിൻസുലാർ റിവേഴ്സ് എല്ലാം പോകുന്നത്. നോർത്തേൺ പ്ലെയിൻ ആയതുകൊണ്ട് തന്നെ അവിടെ ഏറ്റവും നന്നായി എന്ത് ചെയ്യാൻ പറ്റും, അഗ്രികൾച്ചർ ചെയ്യാൻ പറ്റും. ഇപ്പൊ ഏർലി വേദിക് ഏജിൽ പാസ്റ്ററൽ ലൈഫ് ആയിരുന്നെങ്കിൽ ലേറ്റർ വേദിക് ഏജ് വരുമ്പോൾ എന്താണ്, അവർ നൊമാഡ്സ് ആണ്. നോക്കെ, ഏർലി വേദിക് ഏജിൽ പാസ്റ്ററൽ ലൈഫാണ് അല്ലെങ്കിൽ നൊമാഡ്സ്. അപ്പൊ ഇവർ കൂടുതലും ഡിപ്പെൻഡ് ചെയ്ത് ഇങ്ങനെ നാടോടികൾ, അപ്പൊ അവർ കൂടുതലും എന്തിനെ ഡിപ്പെൻഡ്, അവരുടെ എക്കണോമി എന്ത് ബേസ് ചെയ്തിട്ടായിരിക്കും, കാറ്റിൽ റിയറിംഗ് ആണ്, അഥവാ എന്താണ് കന്നുകാലി വളർത്തുകൾ. മെയിനായിട്ട് ഏതിനെയാണ്, ഋഗ്വേദം നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ടുള്ള ഒരു മൃഗം ഏതാണ്, പശുവാണ്. അതുകൊണ്ട് തന്നെ പശു റിലേറ്റ് ചെയ്ത് പല ടേമുകളും നമുക്ക് ഏതിൽ പഠിക്കാറുണ്ട്, ഏർലി വേദിക് പീരീഡിൽ പഠിക്കാറുണ്ട്. ഞാൻ പറഞ്ഞു ലേറ്റർ വേദിക് ആയപ്പോഴത്തേന് ഇവരെന്താ ജോഗ്രഫിക്കലി കുറച്ചുകൂടെ എന്താണ് പ്ലെയിൻസിലേക്ക് വന്നു. പ്ലെയിൻസിലേക്ക് വന്നപ്പോൾ നല്ല ലാൻഡ് ആയതുകൊണ്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റി, അഗ്രികൾച്ചർ ചെയ്യാൻ പറ്റി. അപ്പൊ ലേറ്റർ വേദിക്കിലേക്ക് വരുമ്പോൾ എന്താണ് മെയിൻ ഒക്കുപ്പേഷൻ എന്ന് പറയുന്നത്, എന്താണ് അഗ്രികൾച്ചർ ആണ്. അങ്ങനെ പല കാര്യങ്ങളിലും ഏർലി വേദിക് ഏജും ലേറ്റർ വേദിക് ഏജും തമ്മിൽ വ്യത്യാസമുണ്ട്. മെയിനായിട്ട് ഓർക്കേണ്ടത് ഏർലി വേദിക് ഏജിൽ ഏത് ബുക്കാണ് വരുന്നത്, ഋഗ്വേദമാണ് വരുന്നത്. ഋഗ്വേദത്തിന്റെ എല്ലാ പാർട്ടുകളും ഏർലി വേദിക് ഏജിലല്ല എഴുതിയത്, അത് നമ്മൾ അടുത്ത ഋഗ്വേദം പഠിക്കുമ്പോൾ നോക്കും. അപ്പൊ ജോഗ്രഫിക്കൽ എക്സ്റ്റൻഷൻ ഇതാണ്. ഏർലി വേദിക് ഏജിൽ ആര്യന്മാർ എവിടെ വരെ ആയിരുന്നു, നോർത്ത് വെസ്റ്റേൺ പാർട്ടിലായിരുന്നു. പിന്നെ അതിനുശേഷം അയണിന്റെ ഇൻവെൻഷനോടെ അവരുടെ എന്താണ് കുറച്ചുകൂടെ ജോഗ്രഫിക്കൽ എക്സ്റ്റൻഷൻ വലുതായിട്ട് ലേറ്റർ വേദിക് പീരീഡ് ആകുമ്പോഴത്തേന് അവർ എവിടെ കൂടെ വരികയാണ്, നോർത്തേൺ പ്ലെയിൻസിലൂടെ വരികയാണ്. അപ്പൊ ആദ്യത്തെ ഇതിൽ പറഞ്ഞേക്കുന്നത് ആര്യൻസ്. അപ്പൊ എല്ലാവർക്കും ഉള്ളതാണ് ആര്യൻ തിയറി, കുറച്ച് ഡിബേറ്റഡ് ആണ്. പലരും പല എന്താണ് സോഴ്സസ് ആണ് പറയുന്നത്. പക്ഷെ ഏറ്റവും കൂടുതൽ ട്രസ്റ്റഡ് ആയിട്ടുള്ളതും ഏറ്റവും കൂടുതൽ കോമൺ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ്, ഇവരെന്താണ് ഇൻഡോ യൂറോപ്യൻ ഭാഷ സംസാരിച്ച ഒരു റേഷ്യൽ ഗ്രൂപ്പായിരുന്നു. ഇവരെവിടെ നിന്നാണ് വരുന്നത്, സെൻട്രൽ ഏഷ്യൻ റീജിയനിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ പല തിയറികളിലും നമ്മുടെ ഇന്ത്യയുടെ തന്നെ പല ലീഡേഴ്സ് എന്താണ് ആര്യൻ ഇൻവേഷൻ തിയറിയെ പറ്റി ബുക്കുകൾ എഴുതിയിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഏറ്റവും ഫൈനലായിട്ട് എടുക്കുന്നത് എന്താണ്, ഇവർ സെൻട്രൽ ഏഷ്യൻ റീജിയനിൽ നിന്ന് ഇന്ത്യയിലേക്ക് കുടിയേറി വന്ന ആൾക്കാരാണ്. അപ്പോൾ ഏർലിയസ്റ്റ് ലൈഫ് ഞാൻ മുമ്പ് പറഞ്ഞു, ഏർലിയസ്റ്റ് ലൈഫ് ഇവരുടെ എങ്ങനെയാണ്, നാടോടികളാണ്. ആ ഒരു ഭാഗത്തു നിന്ന് എന്താണ് മൈഗ്രേറ്റ് ചെയ്ത് വന്ന ആളുകളായിരുന്നു തന്നെ പാസ്റ്ററൽ ലൈഫ്. അപ്പൊ അവരുടെ മെയിൻ ഒക്കുപ്പേഷൻ എന്താണ്, നൊമാഡ്സ് ആണ്. എന്താണ്, കാറ്റിൽ റിയറിംഗ് ആണ്. അതിൽ തന്നെ കാറ്റിൽ എന്ന് പറയുമ്പോൾ ഏർലി വേദിക് പീരീഡിൽ മെയിൻ ഇമ്പോർട്ടൻസ് ആർക്കാണ്, കൗവിനാണ്. പിന്നെ വരുന്ന രണ്ടാമത്തെ ഒക്കുപ്പേഷൻ ആണ്, സെക്കൻഡ് മേജർ ഒക്കുപ്പേഷൻ മാത്രമേ ഉള്ളൂ എന്തുള്ളത്, അഗ്രികൾച്ചർ. അപ്പോൾ ഏർലി വേദിക് പീരീഡിൽ ഏറ്റവും മെയിൻ ഒക്കുപ്പേഷൻ എന്ന് പറയുന്നത് എന്താണ്, പാസ്റ്ററൽ ലൈഫാണ്, അല്ലെ കാറ്റിൽ റിയറിംഗ് ആണ്. സെക്കൻഡ് മെയിൻ ഒക്കുപ്പേഷൻ മാത്രമാണ് എന്ത് വരുന്നത്, അഗ്രികൾച്ചർ. ലേറ്റർ വേദിക് ഏജ് ആകുമ്പോൾ നേരെ തിരിയും, അവർ നോർത്തേൺ പ്ലെയിൻസിൽ വരുന്നതോടെ മേജർ ഒക്കുപ്പേഷൻ എന്തായിട്ട് മാറും, അഗ്രികൾച്ചർ ആയിട്ട് മാറും. ഓക്കെ, ഇനി നമ്മൾ ഇതിൽ ടൈം പീരീഡ് ആണ്, വേദിക് സിവിലൈസേഷനെയാണ് എന്ത് വേദിക് കൾച്ചർ എന്ന് പറയുന്നത്. ഇതിന്റെ ടൈം പീരീഡ് വരുന്നതാണ് 1500 മുതൽ 600 BC. ഞാൻ പറഞ്ഞു പല ബുക്കുകളിൽ പലതാണ്, കൂടുതലും 1500 മുതൽ 500 BC അല്ലെ 1500 മുതൽ 600 BC ഈ ഒരു കാലഘട്ടമാണുള്ളത്. മെയിനായിട്ട് എന്താണ്, ഇതിലാണ് നമുക്ക് രണ്ട് വേദിക്കിന് ഡിവിഷൻസ് വരുന്നത്. ഇനി വേദ എന്നുള്ള വേർഡ് നോക്കുകയാണെങ്കിൽ അതിന്റെ റൂട്ട് വേർഡ് എന്ന് പറയുന്നത് എന്താണ്, വിത്ത് എന്നാണ്. അതിന്റെ അർത്ഥം എന്താണ് വരുന്നത്, ടു നോ. അപ്പൊ വേദങ്ങളിനകത്ത് എന്താണെന്നാണ് നമ്മൾ പറയുന്നത്, അറിവുകളാണ്. അപ്പൊ വേദ എന്നുള്ളതിന്റെ റൂട്ട് വേർഡ് തന്നെ എന്താണ്, ടു നോ, അറിവ് കൂടുതൽ നേടുക എന്നുള്ളതാണ്. അപ്പൊ വേദിക് സിവിലൈസേഷനും അത് റിലേറ്റ് ചെയ്തിട്ടുള്ള ടൈം പീരീഡിലും അതിന്റെ ഡിവിഷൻസും ആണ് മെയിനായിട്ട് ഇത്രയും കാര്യങ്ങളിൽ ഓർത്തിരിക്കേണ്ടത്. അപ്പം വേദിക് പീരീഡ് എന്ന് പറയുന്നതിന് എന്താണ്, വേദിക് ലിറ്ററേച്ചർ ആണ്. എന്ന് വെച്ചാൽ വേദിക് കാലഘട്ടത്തിൽ എഴുതപ്പെട്ട ബുക്കുകൾ. അപ്പോൾ കൂടുതൽ കൺഫ്യൂഷൻസ് വരുന്ന ഒരു ഏരിയയും ഈ ഒരു വേദിക് ലിറ്ററേച്ചർ ആണ്. ഏതൊക്കെ ബുക്കുകളാണ് എഴുതപ്പെട്ടത്, ഇതാണ് കൂടുതൽ കൺഫ്യൂഷൻ വരുന്നത്. അപ്പോൾ നമുക്കിതിൽ മെയിനായിട്ട് 4 ഗ്രൂപ്പുകളാണ് ഉള്ളതെന്ന് പഠിച്ചാൽ മതി. ഈ 4 ഗ്രൂപ്പുകളുടെ അകത്ത് എന്തൊക്കെയാണ് വരുന്നതെന്ന് നോക്കാം. നമുക്ക് ഹിന്ദു സ്ക്രിപ്റ്റേഴ്സിൽ കുറേ പല പല വേദിക് പേരുകൾ കേൾക്കും. പക്ഷേ ഈ 4 വേദങ്ങൾ അല്ലെ 4 ഗ്രൂപ്പുകൾ ഏതൊക്കെയാണെന്ന് നോക്കുക. അതിൽ ആദ്യം വരുന്നതാണ് സംഹിത. ആദ്യത്തെ ഉള്ളത് സംഹിത. രണ്ടാമത് വരുന്നതാണ് ബ്രാഹ്മണാസ്.
നമ്മുടെ എന്താണ് കാസ്റ്റ് വൈസ് വരുന്ന ബ്രാഹ്മിൺസ് അല്ല, ബ്രാഹ്മണാസ് എന്നാണ്. അത് ബുക്കാണ് ബ്രാഹ്മണാസ്, മറ്റേ ബ്രാഹ്മിൺസുമായിട്ട് തെറ്റിപ്പോകരുത്. അടുത്ത വരുന്നത് ആരണ്യകാസ്, ലാസ്റ്റ് വരുന്നത് എന്താണ് നമ്മൾ കേട്ടിട്ടുള്ള ഉപനിഷത്ത്. ഇത് നാലുമാണ് വേദിക് ലിറ്ററേച്ചറിന്റെ മെയിൻ ആയിട്ടുള്ള 4 ടെസ്റ്റുകൾ. അപ്പൊ സംഹിതാസ് എന്ന് വെച്ചാൽ എന്താണ്, നമ്മുടെ ആ 4 വേദങ്ങളെയും ഒരുമിച്ച്, ആ 4 വേദങ്ങളും അതിൽ വരുന്ന മന്ത്രങ്ങൾ എല്ലാം കൂടെ ചേർത്തിട്ടാണ് നമ്മൾ എന്ത് പറയുന്നത്, സംഹിതാസ് എന്ന് പറയുന്നത്. ഏതൊക്കെയാണ്? ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം. അപ്പൊ ഈ 4 വേദങ്ങളും അതിൻ്റെ അകത്തെ മന്ത്രങ്ങളും ചേർത്തിട്ടാണ് നമ്മൾ എന്ത് പറയുന്നത്, സംഹിതാസ്. അതാണ് കൊടുത്തേക്കുന്നത്. ഇസ് എ കളക്ഷൻ ഓഫ് മന്ത്രാസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ മന്ത്രാസും അത് ആരുമായിട്ട് റിലേറ്റ് ചെയ്താണ്, ഓരോരോ നേച്ചർ വർഷിപ്പാണ്. അപ്പോൾ ഓരോരോ നേച്ചറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള മന്ത്രങ്ങളാണ്. ആ മന്ത്രങ്ങൾ അടങ്ങിയ 4 വേദങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സംഹിതാസ്. അപ്പൊ സംഹിതാസ് എന്ന് കേൾക്കുമ്പോൾ വേറൊന്നുമല്ല, എന്താണ്, നമ്മുടെ 4 വേദങ്ങൾ തന്നെയാണ്. ഇനി അടുത്തുള്ളത് റഫായിട്ട് പറയാം ബ്രാഹ്മണാസ്. നോക്കി, ഇത് മന്ത്രങ്ങളാണ്. ഈ വേദങ്ങളിലെ മന്ത്രങ്ങൾ ഇപ്പൊ നമ്മളെ പോലെ സാധാരണ ഒരാൾ വായിച്ചാൽ മനസ്സിലാവോ? ഇല്ല. അപ്പൊ ആ വായിക്കുന്ന മന്ത്രങ്ങളുടെ ഡിസ്ക്രിപ്ഷൻ അതൊരു കഥയായിട്ട്, അല്ലെ സാധാരണ ആൾക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഒരു ഡീറ്റെയിലിംഗ് ആണ് നമുക്ക് എന്തിൽ കാണാൻ പറ്റുന്നത്, ബ്രാഹ്മണാസിൽ കാണാൻ പറ്റുന്നത്. അത് കഴിഞ്ഞ് വരുന്ന ആരണ്യകാസ്. ആരണ്യകം എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ആരണ്യക എന്നൊക്കെ വെച്ചാൽ കാടെന്നാണ് അർത്ഥം. അപ്പൊ കാട്ടിലുള്ള ആരോ എഴുതിയ കുറെ ടെസ്റ്റുകളാണ് എന്ത്, ആരണ്യകാസ് എന്ന് പറയുന്നത്. ഉപനിഷത്തുകൾ നമുക്കറിയാം, വേദത്തിന്റെ ഐഡിയോളജി തന്നെ. ഉപനിഷത്ത് എന്ന് വെച്ചാൽ എന്താണ്, ഒരു ടീച്ചർ അല്ലെങ്കിൽ ഒരു സ്റ്റുഡന്റ് ആ ഒരു രീതിയിൽ അടുത്തിരുന്ന് പഠിക്കുന്ന പോലെ വേദത്തിന്റെ തത്വങ്ങളെ അറിയുന്ന എന്താണ് ഒരു നോളജ് ബുക്കാണ് എന്തെന്ന് പറയുന്നത്, ഉപനിഷത്ത് എന്ന് പറയുന്നത്. അപ്പം വേദിക് ലിറ്ററേച്ചറിൽ നമുക്ക് മെയിൻ ആയിട്ട് 4 ബുക്കുകളാണുള്ളത്. ആദ്യത്തേത് സംഹിതാസ്. സംഹിതാസ് എന്ന് വെച്ചാൽ എന്താണ്, നമ്മുടെ 4 വേദങ്ങളും അതിൻ്റെ അകത്ത് അടങ്ങിയിരിക്കുന്ന മന്ത്രങ്ങളും. രണ്ടാമത്തെയാണ് നമ്മൾ ബ്രാഹ്മിൺസുമായിട്ട് കൺഫ്യൂസ് ആയി പോലെ, ഇതെന്താണ്, ബ്രാഹ്മണാസ് ആണ്. ഈ വേദാസിന്റെ ഒരു സെക്കൻഡ് പാർട്ട് എന്ന് പറയാം. അപ്പൊ എന്തിനാണ് ഈ ബ്രാഹ്മണാസ് കൊണ്ടുവന്നത്? കാരണം ഈ വേദാസിന്റെ അകത്തുള്ള മന്ത്രങ്ങൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്ന ആൾക്കാർക്ക് മനസ്സിലാക്കാൻ. അതുകൊണ്ട് തന്നെയാണ് ബ്രാഹ്മണാസ് എഴുതപ്പെട്ടത്. അതുകൊണ്ട് എന്താണ്, ആ ബ്രാഹ്മണാസിന്റെ അകത്ത് കറക്റ്റ് ഡെഫിനിഷൻ, ആ മന്ത്രങ്ങളുടെ എന്താണോ ഡെഫിനിഷൻ ഉള്ളത് അത് സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ എഴുതിയിട്ടുണ്ട്. അപ്പൊ ബ്രാഹ്മണാസ് എന്ന് പറയുമ്പോൾ അത്രയും മാത്രം കൊടുത്താൽ മതി. ബുക്ക് എന്തിന്റെ ബുക്കാണ്? വേദത്തിന്റെ അകത്ത് എന്താണോ ഉള്ളത് അതിന്റെ എക്സ്പ്ലനേഷൻ ബുക്കാണ് എന്ത്, ബ്രാഹ്മണാസ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് ആരണ്യകാസ്. അപ്പൊ ആ പേരിൽ തന്നെ എന്ത്, ആരണ്യകാസ് എന്താണ്, ഫോറസ്റ്റ് ബുക്ക്. ആരണ്യകം എന്ന് പറയുന്നത് എന്താണ്, ഫോറസ്റ്റ് ആണ്. അപ്പൊ ഫോറസ്റ്റ് ബുക്സ് എന്ന് വെച്ചാൽ എന്താണ്, ഫോറസ്റ്റിലുള്ള ഋഷിമാർ എഴുതിയ, കാട്ടിലുള്ള ഋഷിമാർ എഴുതിയ ബുക്കുകളെയാണ് എന്തെന്ന് പറയുന്നത്, ആരണ്യകാസ്. അത് മാത്രമല്ല, ഈ ബ്രാഹ്മണാസും ഉപനിഷത്തിന്റെ ഇടയിലുള്ള ഒരു ഇന്റർലിങ്ക് എന്നും എന്തിനെ പറയാറുണ്ട്, ആരണ്യകാസിനെ പറയാറുണ്ട്. ഇന്റർലിങ്ക് ബിറ്റ്വീൻ ബ്രാഹ്മണാസ് ആൻഡ് ഉപനിഷത്ത്. ഈ ബ്രാഹ്മണാസിന്റെ ഒരു അവസാന ഭാഗവും ഉപനിഷത്തിന്റെ ഒരു തുടക്ക ഭാഗവും നമുക്ക് ഏതിൽ കാണാൻ പറ്റും, ആരണ്യകാസ് കാണാൻ പറ്റും. അതാണ് എഴുതിയിരിക്കുന്നത്. they were developed by hermits who lived in the forest. അല്ലെ ഫോറസ്റ്റ് ഹെർമിറ്റ്സ് എന്ന് വരും. മലയാളത്തിൽ പറയുകയാണെങ്കിൽ കാട്ടിൽ വസിക്കുന്ന മുനികൾ എഴുതിയ ബുക്കുകളാണ് ആരണ്യകാസ് എന്നാണ് നമ്മൾ വിശ്വസിച്ച് പോകുന്നത്. അപ്പൊ അതെന്ന് പറയുന്നത് ബ്രാഹ്മണാസിന്റെ കൺക്ലൂഡിങ് പോർഷൻസ് ആയിട്ടാണ് കാണുന്നത്. പിന്നെന്താണ്, ഇതിനെപ്പറ്റി പല അറിവുകളും പല കാര്യങ്ങളും നിഗൂഢതകളുണ്ട്. ഇത് ഫോറസ്റ്റുകാർ എഴുതിയ ബുക്ക് ആയതുകൊണ്ട് തന്നെയാണ് ഇത് കറക്റ്റ് രീതിയിൽ ഉപയോഗിച്ചില്ലെങ്കിൽ എന്താണ്, അതിന്റെ ഫലം ഓപ്പോസിറ്റ് ആയിരിക്കും. കറക്റ്റ് രീതിയിൽ വായിച്ചില്ല അല്ലെങ്കിൽ കറക്റ്റ് രീതിയിൽ ഫോളോ ചെയ്തില്ലെങ്കിൽ നെഗറ്റീവ് എനർജി അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ഫലമായിരിക്കും നമുക്ക് ഉണ്ടാകുന്നതെന്നും പറയപ്പെടുന്നുണ്ട്. അതൊക്കെ ഓരോരുത്തരുടെ വിശ്വാസങ്ങളാണ്, ആ കാലഘട്ടം തൊട്ടേ ഫോളോ ചെയ്ത് പോകുന്ന വിശ്വാസമാണ്. അടുത്ത ലാസ്റ്റ് വരുന്നത് ഉപനിഷത്സ് ആണ്. ഉപനിഷത്ത് എന്താണ്, ഈ വേദാസിലുള്ള കണ്ടന്റ് തന്നെയാണ്, അല്ലെ വേദാന്തം എന്ന് പറയും. വേദാന്തം എന്ന് വെച്ചാൽ വേദത്തിന്റെ അവസാനം, വേദത്തിന്റെ അകത്തുള്ള എല്ലാ അറിവുകളും. ഇപ്പൊ നമുക്ക് കുറെ അറിവുകളുണ്ട് വേദത്തിന്റെ അകത്ത്, എന്താണ് പല കാര്യങ്ങളും പറയുന്നുണ്ട്. പക്ഷെ അത് ഒന്നും നമുക്ക് വായിച്ചാൽ മനസ്സിലാവത്തില്ല. അത് വായിച്ച് മനസ്സിലാക്കാനാണ് നമുക്ക് എന്തുള്ളത്, ബ്രാഹ്മണാസ് ഉള്ളത്. അപ്പൊ ബ്രാഹ്മണാസിൽ നിന്ന് വായിച്ച് മനസ്സിലാക്കിയിട്ടും ഇതുകൊണ്ടുള്ള ഗുണം എന്താണ്,
അപ്പോൾ അത് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പ്രാബല്യത്തിലാക്കണം. അതായത് അതിൻ്റെ ഒരു എക്സിക്യൂഷൻ, അത് ഇന്ന കാര്യങ്ങളാണ്. അതിനാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? ഉപനിഷത്തുകൾ ഉപയോഗിക്കുന്നത്. എന്താണോ വേദത്തിൽ പറഞ്ഞിട്ടുള്ളത് അത് നമ്മുടെ ജീവിതത്തിൽ എക്സിക്യൂട്ട് ചെയ്യാൻ നമുക്ക് ആരുടെ സഹായം ആവശ്യമാണ്? നമുക്കൊരു ഗുരുവിൻ്റെ സഹായം ആവശ്യമാണ്. അപ്പോൾ ആ ഒരു ഗുരു സ്റ്റുഡൻറ്റ് അങ്ങനെ ഇരുന്ന് പഠിക്കുന്ന ആടെന്ത്? ഉപനിഷത്തുകൾ. അതിൽ നമ്മൾ വേദങ്ങളെ എന്താണ് കുറച്ച് തത്വപരമായിട്ട് നോക്കിക്കണ്ട് അതിൻ്റെ കാര്യങ്ങൾ എന്താണ് നമ്മുടെ സ്ഥിരമുള്ള ജീവിതത്തിൽ എങ്ങനെ ഇംപ്ലിമെൻ്റ് ചെയ്യാമെന്ന് നോക്കുന്ന കാര്യങ്ങളാണ് ഏതിൽ വരുന്നത്? ഉപനിഷത്തിൽ വരുന്നത്. അതിൽ നമ്മൾ സ്ലൈഡിൽ കൊടുത്തേക്കുന്ന ഉപനിഷത്ത് എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥമാണ് എന്താണ്? ടു സിറ്റ് ഡൗൺ നിയർ സംവൺ. ഉപ അടുത്ത്, നിഷത്ത് എന്താണ്? ഒരാളുടെ അടുത്തിരുന്ന് പഠിക്കേണ്ട കാര്യമാണ് എന്ത്? ഉപനിഷത്ത്. കണ്ടന്റ് എന്താണ്? വേദത്തിൽ പറയുന്ന അതേ കണ്ടന്റ്. നമുക്ക് ഉപനിഷത്ത് റിലേറ്റ് ചെയ്തിട്ട് SSCക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് നമ്മുടെ നാഷണൽ മോട്ടോ ആയ സത്യമേവ ജയതേ ഏത് ഉപനിഷത്തിൽ നിന്ന് എടുത്താണ്? ഏത് ഉപനിഷത്താണ് വരുന്നത്? മുണ്ടകോപനിഷത്താണ് വരുന്നത്. അപ്പോൾ സത്യമേവ ജയതേ ഏത് ഉപനിഷത്താണ്? മുണ്ടകോപനിഷത്ത്. അപ്പോൾ മെയിനായിട്ട് നമ്മൾ ഇതുവരെ എന്ത് കാര്യങ്ങളാണ് പറഞ്ഞത്? വേദിക് ഏജ് ആണ് നോക്കുന്നത്. അതിൽ ആരാണ്? വേദിക് ഏജിൽ മെയിനായിട്ട് വരുന്നത് എന്താണ്? വേദിക് ലിറ്ററേച്ചർ ആണ്. വേദിക് ലിറ്ററേച്ചർ എന്ന് വെച്ചാൽ എന്തൊക്കെയാണ്? നമ്മുടെ 4 വേദങ്ങൾ, അതിൻ്റെ എക്സ്പ്ലനേഷൻ ആയിട്ടുള്ള ബ്രാഹ്മണാസ്, അത് റിലേറ്റ് ചെയ്ത് എന്താണ്? ഫോറസ്റ്റിലുള്ള ആൾക്കാർ എഴുതിയ ആരണ്യകാസ്, അത് റിലേറ്റ് ചെയ്ത് വരുന്ന ഉപനിഷത്സ്. ഇതും ഇതിൻ്റെ സബ് ഡിവിഷൻസും ഉണ്ട്. നമ്മൾ മെയിൻ ഡിവിഷൻസ് ആണ് നോക്കിയത്. ഇതിൽ തന്നെ എന്താണ്? ഈ വേദങ്ങൾ എഴുതിയ ആൾക്കാരാണ് ആര്? ആര്യന്മാർ. ആര്യന്മാരെന്ന് വെച്ചാൽ ആരാണ്? അതാണ് നമ്മൾ നോക്കിയത്. ആര്യന്മാരാണ് സെൻട്രൽ ഏഷ്യൻ റീജിയനിൽ നിന്ന് ഇന്ത്യയിലേക്ക് കുടിയേറി വന്ന ആൾക്കാരാണ് ആര്യന്മാർ. അതുകൊണ്ട് തന്നെ നമ്മൾ അവരെ എന്താണ്? നാടോടികൾ. അവരുടെ ഒരു പ്രൈമറി എഡ്യൂക്കേഷൻ എന്താ, പ്രൈമറി ഒക്കുപ്പേഷൻ എന്താണ്? നാടോടികളാന്ന് പറയുന്നു. അല്ലാതെ അവരുടെ സെക്കൻഡറി ഒക്കുപ്പേഷൻ എന്താണ്? അഗ്രികൾച്ചർ ആണെന്നും പറയുന്നു. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇത്രയും ഇതിൽ PPT നോക്കിയത്. ഓക്കെ, നമുക്കറിയാം നിങ്ങൾക്ക് പല എക്സാംസും എല്ലാവരുടെയും പ്രിപ്പറേഷൻ നല്ല രീതിയിൽ പോകുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. നമുക്ക് എന്താണ് പല എക്സാംസ് വരുന്നുണ്ട്. ഇപ്പോൾ SSCയുടെ ആണെങ്കിൽ തന്നെ റെയിൽവേയുടെ NTPCയുടെ ഷോർട്ട് നോട്ടീസ് വന്നു. ഉടനെ എന്താണ് നമുക്ക് അപ്ലൈ ചെയ്ത് തുടങ്ങാൻ പറ്റും. അപ്പോൾ SSCയുടെ എന്താണ് പല പല എക്സാംസ്. ഇപ്പം നിങ്ങൾക്ക് ആദ്യമായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒരാളാണ് ഡൗട്ട് വേണം SSCക്ക് എന്തൊക്കെ എക്സാം ഉണ്ട്? നമുക്ക് ഗ്രാജുവേറ്റ് ലെവലിൽ CGL ഉണ്ട്, CHSL ഉണ്ട്, MTS ഉണ്ട്, GD ഉണ്ട്. അപ്പോൾ പല പോസ്റ്റുകളുണ്ട്. അപ്പോൾ പല ആൾക്കാർക്ക് എന്താണ് ഇതിനെപ്പറ്റി കൂടുതൽ ആ എക്സാംസിൻ്റെ കാര്യങ്ങൾ കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് അറിയാത്ത ആൾക്കാരുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ വരാന്ത റേസ് ഇവർക്കെല്ലാം വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ വെബിനാർ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഫ്രീ ആണ്. ആർക്ക് വേണമെങ്കിലും എന്താണ് ഈ വെബിനാർ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഈ വെബിനാർ വരുന്നത് ഒക്ടോബർ 16 വൈകിട്ട് 7 മണിക്കാണ്. മീറ്റിങ്ങിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഇതിൽ കാണും. ഇപ്പോൾ രജിസ്റ്റർ ചെയ്യാനുള്ളവരെല്ലാം എത്രയും പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യുക. അടുത്ത വർഷത്തെ ചാൻസ് മിസ്സാക്കാൻ നോക്കുക. അപ്പോൾ നമ്മുടെ വെബിനാർ എടുക്കുന്നത് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ തന്നെ SSCയുടെ TL ആയ അശ്വിൻ സാറാണ്. അപ്പോൾ ആരും വെബിനാർ മിസ് ഔട്ട് ചെയ്യാതിരിക്കുക. ഓക്കെ, പ്രിപ്പറേഷനൊക്കെ നല്ല രീതിയിൽ പോകുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഒരു പ്ലാൻ ഉണ്ടെങ്കിൽ മാത്രമേ എന്താണ് കറക്റ്റ് എക്സിക്യൂട്ട് ചെയ്ത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് എത്താൻ പറ്റില്ല. നമ്മൾ അവിടുന്ന് ഇവിടുന്ന് എന്താ പഠിക്കേണ്ടതെന്ന് അറിയാതെ യൂട്യൂബൊക്കെ നോക്കി പഠിക്കാതെ, യൂട്യൂബൊക്കെ നോക്കി അതും ഇതും പഠിക്കാതെ കറക്റ്റ് എന്താണ് പഠിക്കേണ്ടതെന്ന് മനസ്സിലാക്കി പഠിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു ഏർലി വേദിക് പീരീഡിൽ ഏതാണ് വേദം വരുന്നത്? ഋഗ് വേദമാണ്. അപ്പോൾ ഋഗ് വേദിക് പീരീഡ് അല്ലെ 1500 മുതൽ 1000 BC വരെ ഋഗ് വേദത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നതെന്ന്. അപ്പോൾ ഋഗ് വേദത്തിൽ മെയിനായിട്ട് വരുന്നത് 1028 മന്ത്രങ്ങളാണ് ചോദിച്ചിട്ടുള്ളതാണ്. ഹൗ മെനി ഹൈംസ് ആർ ദെയർ ഇൻ ഋഗ് വേദ? മെയിനായിട്ട് വരുന്നത് ഇതൊരു 10 ബുക്കുകളായിട്ടാണ് എഴുതപ്പെട്ടിരിക്കുന്നത്. 10 ബുക്കുകളായിട്ടാണ് ഋഗ് വേദം എഴുതിയിട്ട്. ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് വെച്ചാൽ ഇതിൽ 2ാമത്തെ മുതൽ 7ാമത്തെ ബുക്കുകളാണ് ആദ്യ കാലഘട്ടത്തിൽ എഴുതപ്പെട്ടത്. 2 തൊട്ട് 7. ഇതിനെ നമ്മൾ പറയുന്നത് ഫാമിലി ബുക്സ് എന്നാണ്. ഫാമിലി ബുക്സ്. അപ്പോൾ ഈ ഋഗ്വേദത്തിന്റെ 10 ബുക്കുകൾ എന്താണ്? ആദ്യത്തെ ഏർലി വേദിക് പീരീഡിൽ എഴുതപ്പെട്ടതല്ല. ആദ്യത്തെ 2 മുതൽ 7 വരെയുള്ള ബുക്കുകളാണ് എന്ത് ഏർലി വേദിക് പീരീഡിൽ എഴുതിയത്. അതിനെ നമ്മൾ എന്ത് പറയുന്നു? ഫാമിലി ബുക്സ് എന്ന് പറയുന്നു. ഇനി ഏറ്റവും പഴയ നമുക്കറിയാം, നമ്മൾ എവിടെയാണ് പഠിച്ചത്? ഇൻഡസ് വാലി പഠിച്ചപ്പോൾ റിലീജിയൻ ബേസ് ആയിട്ട് ഒരു ടെസ്റ്റ് ഇല്ല. എങ്ങനെ ടെസ്റ്റ് വരും? നമുക്ക് അവരുടെ സ്ക്രിപ്റ്റ് പോലും ഡെസിഫർ ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഏറ്റവും നമുക്ക് അറിയപ്പെടുന്നതിൽ ഏറ്റവും പുരാതനമായിട്ടുള്ള ഒരു റിലീജിയസ് ടെസ്റ്റാണ് ഏതെന്ന് പറയുന്നത്? ഋഗ് വേദം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ യുനെസ്കോയുടെ ഇൻടാഞ്ചിബിൾ ഹെറിറ്റേജ് സൈറ്റിൽ ലിസ്റ്റിൽ എന്ത് ഉൾപ്പെട്ടിട്ടുണ്ട്? ഋഗ് വേദം. ഇത് ഏത് വർഷമാണ്? 2007. അപ്പോൾ ഇത് ചോദിക്കാറുള്ളതാണ്, ഏത് വർഷമാണ് ഋഗ്വേദം എന്താണ് യുനെസ്കോയുടെ ഇൻടാഞ്ചിബിൾ ഹെറിറ്റേജ് ലിസ്റ്റിൽ കയറിയെന്ന്.
അപ്പോൾ ഋഗ്വേദത്തെ പറ്റി അറിയേണ്ടത് 10 ബുക്കുകളാണുള്ളത്. ആ 10 ബുക്കുകളും എന്താണ് ഏർലി വേദിക് പീരീഡിൽ എഴുതപ്പെട്ടതല്ല. 2 തൊട്ട് 7 വരെയുള്ള ബുക്കുകളാണ് ഏർലി വേദിക് പീരീഡിൽ എഴുതിയത്. അതിനെ നമ്മൾ എന്ത് പറയുന്നു? ഫാമിലി ബുക്സ് എന്ന് പറയുന്നു. ബാക്കിയുള്ള 1, 8, 9, 10 ഈ ഒരു ബുക്കുകളൊക്കെ എന്താണ് ലേറ്റർ വേദിക് പീരീഡിലാണ് എഴുതപ്പെടുന്നത്. ഇത് യുനെസ്കോയുടെ സൈറ്റിലുണ്ട്. 1028 ഹൈംസ് ആണുള്ളത്. 10 ബുക്കുകളായിട്ട് ഋഗ്വേദിക് പീരീഡ് അല്ലെങ്കിൽ ഏർലി വേദിക് പീരീഡിലാണ് എന്ത് എഴുതപ്പെടുന്നത്? ഋഗ്വേദം എഴുതപ്പെടുന്നത്. ഇനി മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്, സ്ഥിര എക്സാംസിന് ചോദിക്കുന്നതാണ്. നമുക്കറിയാം, നമ്മൾ ആദ്യം ജോഗ്രഫി പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞത്? ഏർലി വേദിക് പീരീഡിൽ ആൾക്കാർ എവിടെയായിരുന്നു? ഏർലി വേദിക് പീരീഡിൽ ഇപ്പം ഇന്ത്യ എന്ന് വിചാരിക്കുക. അങ്ങനെയാണ് ഏർലി വേദിക് പീരീഡിൽ ആൾക്കാർ എവിടെയാണ് സെറ്റിൽ ചെയ്തത്? നോർത്ത് വെസ്റ്റേൺ പാർട്ടിൽ. ആര്യന്മാർ കൂടുതലും നോർത്ത് വെസ്റ്റേൺ പാർട്ട്. അപ്പോൾ ഈ നോർത്ത് വെസ്റ്റേൺ പാർട്ടിൽ എന്താണുള്ളത്? നമ്മൾ ഇൻഡസ് വാലി പഠിച്ചപ്പോൾ പഠിച്ചതാണ്. ഈ നോർത്ത് വെസ്റ്റേൺ പാർട്ടിലാണ് എന്ത് ഇൻഡസ് സിവിലൈസേഷൻ നടന്നത്. അതായത് ഇൻഡസ് നദിയും അതിൻ്റെ ട്രിബ്യൂട്ടറീസും എവിടെ വന്നേ? ഈ നോർത്ത് വെസ്റ്റേൺ പാർട്ടാണ്. അതുകൊണ്ട് തന്നെ ഈ ഋഗ്വേദത്തിൽ ഇവരിവിടെ താമസിച്ചുകൊണ്ട് തന്നെ ഈ ഋഗ്വേദത്തിൽ എന്താണ് ഇൻഡസിനും ട്രിബ്യൂട്ടറിക്കും ഓരോരോ പേരുകളുണ്ട്. അതാണ് ഋഗ്വേദിക് നെയിം അല്ലെങ്കിൽ ഏൻഷ്യൻ നെയിം എന്നും ക്വസ്റ്റ്യന് ചോദിക്കാറുണ്ട്. ഏൻഷ്യൻ നെയിം. അപ്പോൾ എന്താണ് ഇൻഡസും അതിൻ്റെ ട്രിബ്യൂട്ടറിയുടെയും ഋഗ്വേദിക് നെയിം അല്ലെങ്കിൽ ഏൻഷ്യൻ നെയിം സ്ഥിരം എക്സാംസിന് മാച്ച് ദ ഫോളോയിങ് ആയിട്ട് SSCയുടെ സ്ഥിരം പാറ്റേണിലുള്ള ഒരു ചോദ്യമാണ്. അപ്പോൾ അതിൽ ആദ്യം ഇൻഡസിന്റെ ഏൻഷ്യൻ നെയിം എന്താണ് വരുന്നത്? അതെല്ലാവർക്കും അറിയാം. ഇൻഡസ് എന്താണ്? സിന്ധു. അല്ലെ നമ്മൾ ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്നും പറയും സിന്ധു നദീതട സംസ്കാരം എന്ന് പറയും. അപ്പൊ ഇൻഡസിന്റെ ഏൻഷ്യൻ നെയിം എന്താണ്? സിന്ധു. ജലം വരുന്നത് വിദാസ്ത. ജലം എന്താണ്? ഇങ്ങനെ വിതറിക്കിടക്കുന്നു. ജലം വിതറിക്കിടന്നു അല്ലെ ജലം വിസ്തരിച്ച് കിടക്കുന്നു. ഇങ്ങനെയുള്ള കോഡുകൾ ഉപയോഗിച്ചാണ് നമ്മൾ സാധാരണ പഠിക്കാറ്. അപ്പൊ ജലം ഇങ്ങനെ വിതറിക്കിടക്കുന്നു. അതുകൊണ്ട് എന്താണ് കോഡ്? വിദാസ്ത. ചെനാബ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു കോഡ് എടുക്കാം. ചെനാബ് എന്താണ് വരുന്നത്? അസ്കിനിയാണ് വരുന്നത്. രവി വരുന്നത് പുരുഷ്ണി എന്നും പറയാറുണ്ട്, പരുഷ്ണി എന്നും പറയാറുണ്ട്. പുരുഷ്ണി അല്ലെങ്കിൽ പരുഷ്ണി. ഈ ഋഗ്വേദിക്കിൽ നിങ്ങൾക്ക് ചില സ്പെല്ലിംഗ് വ്യത്യാസങ്ങൾ കാണാം. കാരണം നമ്മൾ കറക്റ്റായിട്ടൊരു ബുക്കല്ല, പല ബുക്കുകളിൽ നിന്ന് റെഫർ ചെയ്തിട്ട് ഓരോ ഹിസ്റ്റോറിയൻസ് ആണ് എന്താണ് ഇതൊരു ഓർഡറിൽ അറേഞ്ച് ചെയ്തേക്കുന്നത്. അപ്പം അതിൻ്റെ ഒരു വ്യത്യാസം നമുക്ക് സ്പെല്ലിങ്ങുകൾ, നമുക്ക് പല ടേമുകളിലും പല ബുക്കുകളിലും എന്താണ് പല സ്പെല്ലിങ്ങുകളായിരിക്കും. അതെല്ലാം എന്താണ് ഈ ഒരു കാലഘട്ടത്തെ പറ്റി കറക്റ്റ് ഒരു ഐഡിയ അല്ല, കറക്റ്റ് എന്താണ് ആക്യുറേറ്റ് ആയി ഓരോ ദിവസത്തെ കാര്യങ്ങളുള്ള ഒരു ബുക്കില്ല. നമുക്കപ്പോൾ ഒരു ഊഹമാണുള്ളത്. അതുകൊണ്ടാണ് പേരുകളൊക്കെ 2 സ്പെല്ലിങ്ങിലും 3 സ്പെല്ലിങ്ങിലും ഒക്കെ വരുന്നത്. അപ്പോൾ രവി നമ്മൾ ഉപയോഗിക്കുന്ന കോഡ് ഇതാണ്. രവി ഒരു പുരുഷനായതുകൊണ്ട് പേരെന്താണ്? പുരുഷ്ണി അല്ലെ പരുഷ്ണി വന്നാലും നിങ്ങൾക്ക് മാച്ച് ചെയ്യാൻ പറ്റും. അടുത്ത് വരുന്നത് ബിയാസ്. അപ്പോൾ ആ ഒരു വാക്കിൽ തന്നെ അതുപോലെ പറയാൻ പറ്റുന്ന പേര് നമുക്ക് ഏതാണ്? ബിയാസ്, വിപാസ് അല്ലെ വിപാശ എന്നുണ്ട്. പക്ഷെ ബിയാസ് എന്താണ്? വിബാസ്. ഇനി സത്ലജ് എന്താണ്? സത്ലജ് എസ് വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരേ ഒരു സത്ലജ്. അതുപോലെ തന്നെ SUT സ്റ്റാർട്ട് ചെയ്യുന്ന ഒരേ ഒരു വേടേ ഉള്ളൂ, സുദുദ്രി. അപ്പോൾ ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ തവണ നിങ്ങൾക്ക് എക്സാംസ് എഴുതുന്നവർക്കറിയാം, സ്ഥിരം ചോദിക്കാറുള്ളൊരു മോഡലാണ്. എന്തുകൊണ്ടാണ് ഇത് ചോദിക്കുന്നത് എന്നുള്ളതിന് കാരണം എന്താണ്? ഏർലി വേദിക് പീരീഡിൽ ആൾക്കാർ നോർത്ത് വെസ്റ്റേൺ ഭാഗത്തായിരുന്നു. അവിടെ മെയിനായിട്ട് അവർ ഡിപ്പെൻഡ് ചെയ്ത് എന്തിനാണ്? ഇൻഡസിനെയും അതിൻ്റെ ട്രിബ്യൂട്ടറീസിനെയാണ്. അപ്പോൾ അവർ ആ കാലഘട്ടത്തിൽ എഴുതിയ ബുക്കിൽ കൂടുതലും എന്തിനെ പറ്റിയായിരിക്കും പറഞ്ഞേക്കുന്നത്? ഇൻഡസിനെ അതിൻ്റെ ട്രിബ്യൂട്ടറീസിനെ കാര്യം. അതുകൊണ്ട് തന്നെ ആ ഋഗ്വേദിക്കിൻ്റെ അകത്ത് ഇവരെ പറഞ്ഞ പേരുകളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഇതിൽ സ്ഥിരം ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്, ഇൻഡസിൻ്റെ ഏത് ട്രിബ്യൂട്ടറി ആണ് ഇന്ത്യയിലൂടെ മാത്രം ഒഴുകുന്നത്? ഇൻഡസിന് ഇപ്പം നമുക്കറിയാം ഇൻഡസ് വാട്ടർ ട്രീറ്റി, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നമുക്ക് എന്താണ് ഇൻഡസ് വാട്ടർ ട്രീറ്റി ഉണ്ട്. അത് ജവഹർലാൽ നെഹ്റുവിൻ്റെ കാലഘട്ടത്തിൽ നമ്മൾ ഒപ്പിട്ടതാണ്. അപ്പോൾ ഇൻഡസ് വാട്ടർ ട്രീറ്റി 2 രാജ്യങ്ങൾ തമ്മിൽ വരണമെങ്കിൽ ഈ 2 രാജ്യങ്ങളും തമ്മിൽ എന്താണ് ഈ കോമൺ ആയിട്ട് ഇതിലെ വെള്ളം ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഈ നദികളൊക്കെ എവിടേക്കും എന്താണ് ഇന്ത്യയിൽ നിന്ന് പോയിട്ട് എവിടേക്കും പോകുന്നുണ്ട്? പാകിസ്ഥാനിലേക്കും പോകുന്നുണ്ട്. അപ്പോൾ പാകിസ്ഥാനിലേക്ക് പോകുന്നതിൽ ഇന്ത്യയിലെ ഒരു നദി, ഇതിലെ ഒരു ട്രിബ്യൂട്ടറി മാത്രം ഇന്ത്യയിലൂടെ മാത്രമേ ഒഴുകുന്നുള്ളൂ. ചോദിച്ചിട്ടുള്ളതാണ് ദ ഓൺലി ട്രിബ്യൂട്ടറി ഓഫ് ഇൻഡസ് വിച്ച് ഫ്ലോസ് ത്രൂ ഓൺലി ഇൻ ഇന്ത്യ. ഇന്ത്യയിലൂടെ മാത്രം ഒഴുകുന്ന ഇൻഡസിൻ്റെ ട്രിബ്യൂട്ടറി ഏതാണെന്ന് അറിയാമോ? ഇൻഡസ് വാട്ടർ ട്രീറ്റി. അപ്പോൾ ഇൻഡസ് എന്തായാലും ഒഴുകുന്നുണ്ട്. നമ്മൾ ഇൻഡസ് വാലി സിവിലൈസേഷൻ പഠിച്ചപ്പോൾ എന്താണ്? ഇൻഡസിൻ്റെ തീരത്താണ് മോഹൻജദാരോ എന്ന് പഠിച്ചു. മോഹൻജദാരോ എവിടെയാണ്? പാകിസ്ഥാനിലാണ്. അതുകൊണ്ട് എന്തായാലും ഇൻഡസ് അല്ല നമുക്ക് മനസ്സിലാക്കാം. പിന്നെയുള്ള 5 പേരിൽ ആരാണ്? ജലം, ചെനാബ്, രവി. നമ്മൾ പഠിച്ചു ഹാരപ്പ ആരുടെ നദിയുടെ തീരത്താണ്? രവി നദീ തീരത്താണ്. അപ്പോൾ ഒരിക്കലും രവി വരത്തില്ല. അപ്പോൾ ഇൻഡസും രവിയും നമ്മൾ ഡിലീറ്റ് ചെയ്തു. പിന്നെ ബാക്കിയുള്ള ആരാണ്? ജലം, ചെനാബ്, ബിയാസ്, സത്ലജ്.
ഇവിടെ വേണ്ട ഏത് നദിയാണ്? ബിയാസ് ആണ് ഇന്ത്യയിലൂടെ മാത്രം ഒഴുകുന്ന ഇൻഡസിന്റെ ട്രിബ്യൂട്ടറി. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഋഗ്വേദിക് നെയിംസ്, മോഡേൺ നേംസ് നിങ്ങളുടെ കൂടി തന്നെ ഇൻഡസ്, സിന്ധു, ജലം വിതറിക്കിടക്കുന്ന വിദാസ്ത, ചെനാബ്, അസ്കിനി, രവി പുരുഷനായതുകൊണ്ട് പുരുഷ്ണി, ഇത് കോഡാണ് കേട്ടോ. പിന്നെ ബിയാസ് അതേ ഇതിൽ പറയാൻ പറ്റുന്ന വിഭാസ്, സർലജ് എസ് വെച്ച് നമുക്ക് ഏതാ പറയാൻ പറ്റുന്നത്? സുദുദ്രി. ഓക്കെ, ഇത് ചോദിച്ചിട്ടുള്ള PYQ ആഡ് ചെയ്തേക്കാണ്. അപ്പൊ ഇതാണ് ചോദ്യം. വാട്ട് ഈസ് ദ ഏൻഷ്യൻ നെയിം ഓഫ് റിവർ രവി? രവിയുടെ ഋഗ്വേദിക് നെയിം അല്ലെങ്കിൽ ഏൻഷ്യൻ നെയിം എന്താണെന്ന് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തേ ഉള്ളൂ. ഏൻഷ്യൻ നെയിം ഏതാണ് വരുന്നത്? രവി ഒരു പുരുഷനായതുകൊണ്ട് പുരുഷ്ണി. സിന്ധു എന്താണ്? ഇൻഡസ്. ജലം വിതറിക്കിടക്കുന്നു എന്താണ്? വിദാസ്ത. വിഭാസ് എന്താണ്? അതേപോലെ നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്ന ബിയാസ് ആണ്. ഇനി അടുത്തത് ചെനാബ്. ചെനാബിന്റെ ഏൻഷ്യൻ നെയിം 2 ക്വസ്റ്റ്യൻസും SSCക്ക് നേരത്തെ ചോദിച്ചിട്ടുള്ളതാണ്. ചെനാബിന്റെ ഏൻഷ്യൻ നെയിം ഏതാണ് ഇതിൽ? അസ്കിനി, വിദാസ, വിഭാസ്, സുദ്രി. പിന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് ബോർ എടുപ്പിക്കുന്നില്ല. എന്താണ് വരുന്നത്? അസ്കിനിയാണ് വരുന്നത്. ഓക്കെ, ഇനി നമ്മൾ പറയുന്നത് ദ ഓൺലി ക്രോപ്പ് മെൻഷൻഡ് ഇൻ ഋഗ്വേദ. ഋഗ്വേദത്തിൽ പ്രതിപാദിച്ചിട്ടുള്ള ഒരേ ഒരു ക്രോപ്പ് ഏതാണ്? ബാർലി ആണ് ചോദിച്ചിട്ടുള്ളതാണ്. പിന്നെ ഞാൻ പറഞ്ഞു ഋഗ്വേദിക് പീപ്പിൾ അല്ലെ ഏർലി വേദിക് കാലഘട്ടത്തിലെ ആൾക്കാർ എങ്ങനെയുള്ള ആൾക്കാരായിരുന്നു? നാടോടി നൊമാഡ്സ് ആയിരുന്നു, പാസ്റ്ററൽ ലൈഫ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ അവർ ഏറ്റവും കൂടുതൽ ജീവിതമാർഗത്തിന് എന്താ ഉപയോഗിച്ചത്? കന്നുകാലി വളർത്തലാണ്. കന്നുകാലി വളർത്തൽ എന്ന് പറയുമ്പോൾ ആരെ പറ്റിയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്? കൗ. കൗ ആണ് ഏർലി വേദിക് പീരീഡിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആനിമൽ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ കൗവിനെ എന്താണ് ഋഗ്വേദത്തിൽ പലയിടത്തായിട്ട് പ്രതിപാദിക്കുന്നത് നമുക്ക് കാണാം. അപ്പൊ കൗ റിലേറ്റ് ചെയ്ത് കുറച്ച് ടേമുകളും ഋഗ്വേദത്തിലുണ്ട്. അപ്പൊ ഈ ഒരു ടേം വന്നിട്ട് മാച്ച് ദ ഫോളോയിങ് ഒക്കെ ആയിട്ട് ചോദിക്കാം. എന്തുകൊണ്ടാണ് കൗ ഇമ്പോർട്ടൻ്റ് എന്ന് മനസ്സിലായല്ലോ. കാരണം അവർ മെയിൻലി ഡിപ്പെൻഡ് ചെയ്ത ആരെയാണ്? കൗ. ആ കാറ്റിൽ റിയറിങ് ആയതുകൊണ്ട് തന്നെ കൗ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. അതുകൊണ്ട് കൗ റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് ടേംസ് ഋഗ്വേദത്തിൽ കാണാൻ പറ്റും. അതിൽ ആദ്യത്തെയാണ് ഗവിഷ്ടി. ഗവിഷ്ടി എന്ന് വെച്ചാൽ കൗവിന് വേണ്ടിയുള്ള ഒരു എന്താണ് സെർച്ച് എന്ന് പറയുന്നത്. സെർച്ച് അല്ലെ കോൺഫ്ലിക്റ്റ്. അന്ന് മെയിനായിട്ട് പശു ആയിരുന്നു എന്താ അവരുടെ ഒരു ജീവിത മാർഗമാണ്. ഈ പശുക്കൾക്ക് വേണ്ടി ആൾക്കാർ തമ്മിൽ വഴക്കുണ്ടാവും. അല്ലെങ്കിൽ എന്താണ് രണ്ട് സെറ്റ് ട്രൈബുകളാണ്. ഈ ട്രൈബുകൾ തമ്മിലുണ്ട് വഴക്കുണ്ടാവും. അപ്പൊ ഇവരെന്താണ് ഒരു മത്സരമൊക്കെ നടത്തി അതിൽ ജയിക്കുന്ന ആൾക്കാർക്ക് എന്താണ് പശുവിനെ കിട്ടും. ആ ഒരു രീതിയിലാണ് പോയത്. അതിനെയാണ് എന്ത് പറയുന്നത്? ഗവിഷ്ടി എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ ടേമാണ് ഗോധുലി. എന്താണ് ഗോധുലി? അപ്പൊ അന്നത്തെ സമയം വരെ കാണിക്കാൻ എന്താണ് കൗവിനെ ഉപയോഗിച്ചെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഗോധുലി എന്ന് വെച്ചാൽ ഈ നമുക്കറിയാം സന്ധ്യ ആകുമ്പോൾ രാവിലെ അയച്ചുവിട്ട പശുക്കളൊക്കെ വൈകുന്നേരം ആകുമ്പോൾ എന്താണ് തിരിച്ച് വീട്ടിലേക്ക് വരും. ആ തിരിച്ച് വീട്ടിലേക്ക് വരുന്ന ഈവനിങ് ടൈമിനെ റെഫർ ചെയ്യാനാണ് ഇവരെന്ത് ഉപയോഗിച്ചത്? ഗോധുലി എന്ന് പറയും. കാരണം അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ് പശു. എന്താണ് ടൈം വരെ റെഫർ ചെയ്യാൻ അവരെന്താണ് ഉപയോഗിക്കുന്നത്? പശുവിനെയാണ് ഉപയോഗിക്കുന്നത്. ഗോധുലി. അടുത്ത വരുന്നത് ദുദിത്ര. ഇപ്പൊ പുത്രി അല്ലെ ദുദിത്ര എന്നൊക്കെ പറയുന്നത് എന്താണ്? ആരാണോ ആ പശുവിനെ കറക്കുന്നത്? നോർമലി എന്താണ് സ്ത്രീകളെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആരാണോ പശുവിനെ കറക്കുന്നത് അത് ആ ഒരു ആളെ വിളിക്കുന്നത് എന്താണ്? ദുദിത്ര എന്നാണ്. ദുദിത്ര. ഇത് മൂന്നും എന്താണ് കൗ റിലേറ്റ് ചെയ്തിട്ടുള്ള ഋഗ്വേദിക് പീരീഡിലെ ഇമ്പോർട്ടൻ്റ് പേരുകളാണ്. അപ്പോൾ ഒരേ ഒരു ക്രോപ്പ് മെൻഷൻ ചെയ്തേക്കുന്ന ബാർലിയാണ്. മെയിനായിട്ട് അവരെ ഡിപ്പെൻഡ് ചെയ്തത് കൗവിനെ ആയതുകൊണ്ട് കൗ റിലേറ്റ് ചെയ്തിട്ടുള്ള ടേംസും ഋഗ്വേദത്തിൽ എന്താണ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഋഗ്വേദം നമ്മൾ എന്താണ് ഏർലി വേദിക്കാണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏർലി വേദിക്ക് നമുക്ക് എന്താ ഋഗ്വേദം മാത്രമേ ഉള്ളൂ. അപ്പൊ ഋഗ്വേദം സ്റ്റാർട്ട് ചെയ്യുന്ന വരി ഏതാണ്? അഗ്നിമേലെ പുരോഹിതം. ഈ ഒരു വരിയിലാണ് എന്ത് ഋഗ്വേദം സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുപോലെ ഫേമസ് ആയിട്ടുള്ള ഗായത്രി മന്ത്രം ഉള്ളതും ഏതിലാണ്? ഋഗ്വേദത്തിലാണ്. അപ്പൊ ഋഗ്വേദത്തിൽ ഇത് കൂടാതെ കെമിസ്ട്രി, മെഡിക്കൽ സയൻസ് അങ്ങനെ പല നോളജുകളും ഏതിൻ്റെ അകത്തുണ്ട്? ഋഗ്വേദത്തിലുണ്ടായിരുന്നു. ഗായത്രി മന്ത്രം പല ദൈവങ്ങളുടെ എന്താണ് പാട്ടുകളും കാര്യങ്ങളും മന്ത്രങ്ങളും എല്ലാം ഏതിലുണ്ടെന്നാണ് പറയുന്നത്? ഋഗ്വേദത്തിലുണ്ട്. നമുക്കറിയാം ഋഗ്വേദത്തിൽ 10 ബുക്കുകളായിട്ടാണുള്ളത്. അതിലെ 2 തൊട്ട് 7 വരെയുള്ള ബുക്കുകളാണ് ഏതിൽ വരുന്നത്? ഏർലി വേദിക് ഏജിൽ വരുന്നത്. ഇനി നമ്മൾ ഇതിന്റെ സൊസൈറ്റി അന്നത്തെ സമൂഹം എങ്ങനെ ഉണ്ടായിരുന്നതാണ് നോക്കാൻ പോകുന്നത്. അപ്പൊ നമുക്കറിയാം ആൾക്കാരാരാണെന്ന് നമുക്കറിയാം. ആര്യൻസ് ആണ്. അവരുടെ മെയിൻ ഒക്കുപ്പേഷൻ പാസ്റ്ററൽ നൊമാഡ്സ് ആണെന്ന് പറഞ്ഞു. ഇനി അവരുടെ സൊസൈറ്റി സമൂഹം എങ്ങനെയായിരുന്നു? ഇപ്പൊ ഏർലി വേദിക് സൊസൈറ്റി വരുന്നത് പാട്രിയാർക്കൽ ഇൻ നേച്ചർ എന്നാണ് പറയുന്നത്. അതായത് പുരുഷമേധാവിത്വം എന്ന് വെച്ചാൽ ഇതിന്റെ ഹെഡുകളൊക്കെ എന്താണ്? ഈ ഒരു ചെറിയ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ ആ ഗ്രൂപ്പിന്റെ ഹെഡ് കൂടുതലും എന്താണ്? പുരുഷന്മാരായിരുന്നു. അതുകൊണ്ട് തന്നെ പാട്രിയാർക്കൽ നേച്ചർ ആണെന്ന് പറയാം. അതുപോലെ തന്നെ മോണോഗമി എന്ന് വെച്ചാൽ എന്താണ്? ഒരാൾ ഒരു വിവാഹം കഴിക്കുന്നതിനെയാണ്
അത് കോമൺ ആയിരുന്നു. അതല്ലാതെ ഉയർന്ന ആൾക്കാർ, ഉയർന്ന പോസ്റ്റിൽ ഉണ്ടായിരുന്ന ചില ചീഫുകൾ ഒന്നിൽ കൂടുതൽ വിവാഹം കഴിക്കുന്നതാണ് എന്ത്, പോളിഗമി. അത് പ്രാക്ടീസ് ചെയ്തതായിട്ടും വേദിക് കാലഘട്ടത്തിൽ കാണാൻ പറ്റും. ഇനി ഇതിന്റെ ഗ്രൂപ്പിംഗ് ആണ് മെയിൻ ആയിട്ട് പറയുന്നത്. അത് നമ്മൾ അടുത്ത സ്ലൈഡിൽ നോക്കും. അപ്പോൾ ഇതിന്റെ മെയിൻ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഫാമിലിയാണ്. ഫാമിലി, അതിന്റെ മേളിലുള്ള ഗ്രൂപ്പിംഗ്സ് അത് നമ്മൾ പൊളിറ്റിയിൽ നോക്കും. ഇപ്പൊ എന്താണ്, ഫാമിലി എല്ലാം കൂടെ കൂടിച്ചേർന്ന് എന്താണ് ഗ്രാമമാവും, ഗ്രാമം കൂടിച്ചേർന്ന് വിസ്, അത് നമ്മൾ നോക്കുന്നതായിരിക്കും. അപ്പൊ അതിൽ പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മെയിനായിട്ട് സൊസൈറ്റി ഇഗാലിറ്റേറിയൻ സൊസൈറ്റി ആയിരുന്നു. ഇഗാലിറ്റേറിയൻ സൊസൈറ്റി എന്ന് വെച്ചാൽ എന്താണ്, എല്ലാവരും ഈക്വൽ ആണ് എന്ന് വെച്ചാൽ എല്ലാവർക്കും ഈക്വൽ റൈറ്റ്സ് ഉള്ളതാണ്, എല്ലാവരും ഈക്വൽ ആയിട്ടാണ് അവർ കണ്ടുപോകുന്നത്. അപ്പോൾ ഇഗാലിറ്റേറിയൻ സൊസൈറ്റി ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടത്. എന്താണ്, ദെയർ വാസ് നോ കാസ്റ്റ് ഡിവിഷൻ. ഇപ്പം നമ്മൾ പറഞ്ഞതിൽ ഇതുവരെ നമുക്ക് എന്താണ് കാസ്റ്റ് ഡിവിഷൻ കാണാൻ പറ്റില്ല. ഏർലി വേദിക് പീരീഡിൽ നമുക്ക് കാണാൻ പറ്റുന്ന വേറൊരു വർണ്ണ സിസ്റ്റം ഉണ്ട്. ആകെ ഏർലി വേദിക് പീരീഡിലുള്ള ഒരു വർണ്ണ സിസ്റ്റം എന്താണ്, ഇപ്പൊ നമ്മൾ എന്താണ് ഈ ബ്രാഹ്മിൺസ്, ക്ഷത്രിയാസ്, ആ വർണ്ണ സിസ്റ്റം അല്ല. മെയിൻ ആയിട്ടുള്ളത് ആര്യൻസും നോൺ ആര്യൻസും. ആര്യന്മാരും ആര്യന്മാരല്ല. അപ്പൊ ആര്യന്മാരെന്താണ്, വെളിയിൽ നിന്ന് വന്ന ഫെയർ ആയിട്ടുള്ള, സെൻട്രൽ ഏഷ്യയിൽ നിന്ന് വന്ന ആൾക്കാർ, കുറച്ച് ഫെയർ ആയിട്ടുള്ള ആൾക്കാർ. അപ്പൊ നോൺ ആര്യൻസിനെ എന്താണ് പറഞ്ഞത്, ദാസാസ് അല്ലെങ്കിൽ എന്താണ് ദാസ്യൂസ്. ദാസാസ് അല്ലെങ്കിൽ ദാസ്യൂസ്. ഈ ഒരു വർണ്ണ സിസ്റ്റം മാത്രമേ നമുക്ക് എന്താണ് ഏർലി വേദിക് പീരീഡിൽ കാണാൻ പറ്റും. ഏർലി വേദിക് പീരീഡിൽ ഒരു ഡിവിഷൻ ഉണ്ടെങ്കിൽ അതെങ്ങനെയാണ്, ആര്യന്മാരും ആര്യന്മാരല്ലാത്ത ആൾക്കാരും തമ്മിലാണ്. അപ്പൊ ആര്യൻസ് വേഴ്സസ് നോൺ ആര്യൻസ്. അപ്പൊ ആര്യന്മാരെന്ന് പറയുന്നത് കുറച്ച് വെളുത്തിട്ട് എന്താണ് സെൻട്രൽ ഏഷ്യൻ റീജിയനിൽ നിന്ന് വന്നത്. അപ്പൊ നോൺ ആര്യൻസ് എന്ന് ഉദ്ദേശിക്കുന്ന ആരെയാണ്, ബാക്കിയുള്ള ഇന്ത്യക്കാരെ ആവാം, ഇല്ലെങ്കിൽ ആ സമയത്ത് ആര്യൻസ് അല്ലാതെ ആരൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു അവരെല്ലാം കൂടെ ഗ്രൂപ്പ് ചെയ്തിട്ടാണ് നോൺ ആര്യൻസ് എന്ന് പറയുന്നത്. അവരെ എന്ത് ടേം ഉപയോഗിച്ചിരുന്നു, ദാസാസ്, ദാസ്യൂസ് എന്ന് പറയുന്ന ടേംസ് ഉപയോഗിച്ചിരുന്നു. അപ്പൊ അതാണ് പറഞ്ഞേക്കുന്നത് ആര്യൻസ്, ദ വേദിക് പീപ്പിൾ വെർ ഫെയർ ആൻഡ് നോൺ വേദിക് ഇൻഡിജീനിയസ് പീപ്പിൾ വെർ ഡാർക്ക് ഇൻ കോംപ്ലക്ഷൻ. അപ്പൊ എന്താണ്, ഫെയർ ആയിട്ടുള്ള ആൾക്കാരാണ് ആര്യൻസ്, ഡാർക്ക് കോംപ്ലക്ഷനുള്ള ഇന്ത്യക്കാരല്ല, ബാക്കിയുള്ള ആ സമയത്ത് ജീവിച്ചിരുന്ന ആൾക്കാരെ എന്താണ് പറഞ്ഞത്, ദാസാസ് അല്ലെ ദാസ്യൂസ്. അവരെന്താണ് ഇവരിൽ നിന്നും വ്യത്യസ്തമായ ഒരു ഭാഷയാണ് പറഞ്ഞു പോന്നിരുന്നത്. ഓക്കെ, അത് തന്നെയാണ് പറഞ്ഞത്. ദാസ എന്നുള്ള വേർഡ് ആരെയാണ് ഉദ്ദേശിച്ചേക്കുന്നത്, ഋഗ്വേദിക് പീപ്പിളിൽ അല്ലാത്ത, ആര്യന്മാരല്ലാത്ത ആൾക്കാരെയാണ്. പിന്നെ ഏർലി വേദിക് പീരീഡിൽ മെയിൻ ഒരു പോയിന്റ് പറയാനുള്ളത് വുമൻ്റെ സൊസൈറ്റി റിലേറ്റ് ചെയ്ത് വരുവാണെങ്കിൽ വുമന് സൊസൈറ്റിയിൽ ഉണ്ടായിരുന്ന ഒരു സ്ഥാനം എന്താണെന്ന്. അപ്പോൾ ഏർലി വേദിക് പീരീഡിൽ വുമൻ എന്താണ് സൊസൈറ്റിയിൽ ഒരു റെസ്പെക്റ്റബിൾ പൊസിഷനാണ്. എപ്പോൾ തൊട്ടാണ് വുമൻ്റെ സ്റ്റാറ്റസ് ഹിസ്റ്ററിയിൽ ഡിക്ലൈൻ ചെയ്തത്, അല്ലെ മൊത്തത്തിൽ നോക്കിയാൽ മതി, വുമൻ്റെ സ്റ്റാറ്റസ് ഡിക്ലൈൻ ആവുന്നത് ലേറ്റർ വേദിക് പീരീഡ് മുതലാണ്. ലേറ്റർ വേദിക് പീരീഡ് മുതൽ പിന്നെ അങ്ങോട്ട് പല കാലഘട്ടങ്ങളായിട്ട് വുമൻ്റെ സ്റ്റാറ്റസ് ഇങ്ങനെ ഡിക്ലൈൻ ആയിക്കൊണ്ടേയിരിക്കുകയാണ്. പല ചില ഡൈനാസ്റ്റികളിൽ മാത്രം, നമുക്കിപ്പോൾ സതവാഹന ഡൈനാസ്റ്റിയിലൊക്കെ കുറച്ച് ബെറ്റർ പൊസിഷനാണ്. പിന്നെ എല്ലാം എന്താണ്, പിന്നെ കുറച്ച് ഉന്നമനമൊക്കെ വരുന്നത് പിന്നെ ബ്രിട്ടീഷുകാർ വന്നു കഴിഞ്ഞാൽ പല ആക്ടുകളൊക്കെ വരുമ്പോഴാണ്. അപ്പോൾ ആ ഒരു ഡിക്ലൈൻ്റെ സ്റ്റാർട്ടിങ് നമുക്ക് കാണാൻ പറ്റുന്നത് എവിടെയാണ്, ലേറ്റർ വേദിക് പീരീഡിൽ. നമ്മളിപ്പോൾ ഏർലി വേദിക് പീരീഡിൻ്റെ സൊസൈറ്റിയാണ് പറയുന്നത്. ഇവിടെ എന്താണ്, വുമന് മെന്നിനോടൊപ്പം തന്നെ എന്താണ് ഒരു ഈക്വൽ പൊസിഷനായിരുന്നു. അതിനെന്താണ്, അവർ കറക്റ്റ് ഏജിൽ തന്നെ മാരി ചെയ്യുന്നുണ്ടായിരുന്നു, അതും അവർക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാരെ. ഹസ്ബൻഡ് ഓഫ് ഹെയർ ഓൺ ചോയ്സ്, അവരാരെയാണോ ഇഷ്ടപ്പെട്ടത് അവരെ കല്യാണം കഴിക്കാനുള്ള ഒരു അനുമതിയും ആർക്കുണ്ടായിരുന്നു, ഏർലി വേദിക് പീരീഡിലുള്ള സ്ത്രീകൾക്കുണ്ടായിരുന്നു. ഇനി മെയിനായിട്ട് വരുന്നതാണ് ഈ ഒരു കാലഘട്ടത്തിലെ ട്രൈബൽ അസംബ്ലി, സഭ ആൻഡ് സമിതി. അതിനെപ്പറ്റി ഡീറ്റെയിൽ നമ്മൾ അടുത്ത സ്ലൈഡിൽ പറയും. അപ്പോൾ സഭാസമിതി എന്ന് പറയുന്ന ട്രൈബൽ അസംബ്ലിയിൽ ടേക്ക് പാർട്ട് ചെയ്യാൻ ആർക്ക് അനുമതി ഉണ്ടായിരുന്നു, ഏർലി വേദിക് ഏജിൽ വുമൻ ഈ സഭയിലും സമിതിയിലും എന്താണ് പങ്കെടുക്കാൻ പറ്റും. പക്ഷെ ലേറ്റർ വേദിക് ആയപ്പോഴത്തേന് എന്താണ്, സഭയിലും സമിതിയിലും വുമനെ എൻട്രി ചെയ്യാൻ സമ്മതിക്കാതെ, അപ്പോൾ അവരുടെ എന്താണ് സ്റ്റാറ്റസ് അവിടെ ഡിക്ലൈൻ ചെയ്യാൻ തുടങ്ങുകയാണ്. ഇനി അടുത്ത് വരുന്നത്, അപ്പോൾ സൊസൈറ്റിയിൽ ഇത്രയും കാര്യങ്ങളാണുള്ളത്. സൊസൈറ്റിയിൽ വുമൻ ഒരു നല്ല പൊസിഷൻ ആയിരുന്നു. പിന്നെന്താണ് മെയിനായിട്ട് ഒരു വർണ്ണ സിസ്റ്റം എന്ന് പറയാൻ എന്തേ ഉണ്ടായിരുന്നുള്ളൂ, ആര്യൻസ് നോൺ ആര്യൻസ്, ഈ ഒരു 2 ഡിവിഷൻ മാത്രമേ ഇവിടെ ഉള്ളൂ, ഏർലി വേദിക്കിലുള്ളൂ. പിന്നെ വരുന്നത് ഏർലി വേദിക് റിലീജിയൻ. നിങ്ങളിപ്പോൾ ഇൻഡസ് വാലി പഠിച്ചപ്പോൾ നമുക്ക് എന്താണ് ഒരു അമ്പലം പോലും കണ്ടെത്താൻ പറ്റിയില്ല. ഏർലി വേദിക്കിൽ വരുമ്പം എന്തായിരിക്കും റിലീജിയൻ, ഇൻഡസ് വാലിയിൽ എന്തായിരുന്നു റിലീജിയൻ, നേച്ചർ വർഷിപ്പായിരുന്നു. അപ്പോൾ ഏർലി വേദിക്ക് വരുമ്പോൾ നേച്ചർ വർഷിപ്പ് റിലേറ്റ് ചെയ്ത് ചില ദൈവന്മാരെ നമുക്ക് കാണാൻ പറ്റും. ഇവിടം തൊട്ടാണ് ദേവന്മാരുടെ വരവുകൾ വരുന്നത്. അതുവരെ ഇൻഡസ് വാലിയിൽ നമ്മൾ പഠിച്ചിടം വെച്ച് നമുക്ക് എന്താണ് പശുപതി, സീൽ വെച്ച് പശുപതി ഉണ്ടെന്ന് പറയാം, അത് നമ്മൾ ശിവനുമായിട്ട് റിലേറ്റ് ചെയ്തു.
എന്ന് വെച്ചാലും അവിടെ എന്തൊക്കെയായിരുന്നു ഉണ്ടെന്നുള്ളത് നമുക്ക് കറക്റ്റ് ഒരു എന്താണ് ഐഡിയ ഇല്ല. ഇനി വരുന്നത് ദേവന്മാർ, ഇനി ദേവതകളും ദേവന്മാരും ഒക്കെ വരുന്ന ഏതിലാണ്? ഏർലി വേദിക് റിലീജിയൻ. അപ്പൊ ഈ ഒരു കാലഘട്ടത്തിൽ എന്തേ ഉള്ളൂ നമുക്ക്? ഫുള്ള് നമുക്ക് നേച്ചർ വർഷിപ്പ്. അപ്പൊ നേച്ചർ റിലേറ്റ് ചെയ്തിട്ടുള്ള ദേവന്മാരാണ്. അപ്പൊ ആരൊക്കെയാണ്? ഡിഫറെന്റ് നോക്ക്. Rigvedic gods were generally personifications of different aspects of natural forces. അതായത് റെയിൻ റിലേറ്റ് ചെയ്തിട്ട് ഒരു ദൈവം, സ്റ്റോം റിലേറ്റ് ചെയ്തിട്ട് ഒരു ദൈവം, സൺ സൂര്യദേവന്, ഇപ്പം മഴയുടെ ആണെങ്കിൽ ഏതാ ഇന്ദ്രദേവന്, അങ്ങനെയുള്ള ദേവന്മാരെയാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്, ഋഗ്വേദിക് പീരീഡിൽ കാണാൻ പറ്റുന്നത്. അപ്പൊ ആരൊക്കെയാണ്? ഇന്ദ്ര, അഗ്നി, വരുണ, മിത്ര, ദാസ്യു, പുഷാന, യമ, ഇതൊക്കെയാണ് വരുന്ന ദേവന്മാര്. ഇനി സയൻസ് മെയിൻ ആയിട്ടുള്ളത് ഞാൻ പറഞ്ഞു. ഏൻഷ്യന്റ് ഇന്ത്യ നിങ്ങൾക്കൊരു ചോദ്യം കുറച്ച് കട്ടിക്ക് ചോദിക്കാൻ പറ്റുന്നത്, ഏൻഷ്യന്റ് ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു വേർഡ് തരിക, അത് എന്തുമായിട്ട് റിലേറ്റ് ചെയ്താന്ന് ചോദിക്കാം. അപ്പൊ ഇതിൽ വന്നേക്കുന്നത് സയൻസ് ആൻഡ് ടേംസ് ദാറ്റ് റെപ്രസെന്റ് ഗോഡ്. അപ്പൊ ഈ ഒരു തണ്ടർ ബോൾട്ട്, ഇടിമിന്നൽ അല്ലെങ്കിൽ മഴ, കൊടുങ്കാറ്റ്, ഇതൊക്കെ റിലേറ്റ് ചെയ്തിട്ടുള്ള ദൈവം ഏതായിരുന്നു? ഇന്ദ്രനാണ്. ഫയർ നമുക്കറിയാം ആരാണ്? അഗ്നിദേവനാണ്. ഇൻടോക്സിക്കേറ്റ് പ്ലാന്റ് എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ലഹരി പദാർത്ഥമായ പ്ലാന്റ് എന്ന് വെച്ചാൽ സോമരസം എന്നൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. അത് റിലേറ്റ് ചെയ്ത് ദേവൻ പറയുന്നത് സോമ എന്ന് പറയുന്നത് ഏത് ദേവനാണ്? ചന്ദ്രനാണ്. അപ്പൊ സോമ എന്നുള്ള പദം നമ്മൾ രണ്ട് രീതിയിൽ ഏൻഷ്യന്റിൽ ഉപയോഗിക്കും. ഒന്ന് സോമരസം, അതായത് ലഹരി പദാർത്ഥമായ പ്ലാന്റ്, ആ ഒരു ചെടിയെയും പറയും. അല്ലാതെ സോമ എന്ന് പറയുന്ന ദേവനെ പറയും. ദേവനും നമ്മളിപ്പം റിലേറ്റ് ചെയ്ത് പറയുകയാണെങ്കിൽ ആരാണ്? ചന്ദ്രദേവൻ. ഇനി കോസ്മിക് ഓർഡർ ഇതാ, അതായത് പ്രകൃതിയുടെ ഒരു സന്തുലിത അവസ്ഥ, ഒരു ഇക്വിലിബ്രിയം മെയിൻറ്റെയിൻ ചെയ്യുന്ന ദൈവം എന്ന് പറയുന്ന ആരാണ്? വരുണദേവനാണ്. ഇനി നമുക്ക് മെയിൻ ആയിട്ടുള്ളത് റോഡ്സും കാറ്റിലും ഒക്കെയാണ്. അതിനുള്ള ദേവൻ ആരാണ്? പുഷനാണ്. അപ്പൊ ഇത്രയാണ് എന്താണ് മെയിനായിട്ട് സയൻസും അത് റിലേറ്റ് ചെയ്തിട്ടുള്ള ദൈവന്മാരും. അപ്പൊ മെയിനായിട്ട് ഓർക്കേണ്ട റിലീജിയൻ എന്താണ്? ഇവിടെ വരുമ്പോഴും നമുക്ക് എന്താണ് വിഷ്ണു, ബ്രഹ്മാവ്, ശിവൻ അങ്ങനെ കോൺക്രീറ്റ് ആയിട്ട് കാണാൻ പറ്റില്ല. ഏർലി വേദിക് ഏജിലും എന്താണ് ഇൻഡസ് വാലിയിൽ നേച്ചർ ആണെങ്കിൽ ഏർലി വേദിക്കിൽ നേച്ചർ റിലേറ്റ് ചെയ്ത് വരുന്ന ദൈവങ്ങളെയാണ് നമുക്ക് ഏതിൽ കാണാൻ പറ്റുന്നത്? ഏർലി വേദിക് പീരീഡിൽ കാണാൻ പറ്റുന്നത്. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഏർലി വേദിക് പൊളിറ്റി. നോക്കാം നമുക്ക് എന്താന്ന്. അപ്പം ഇതാണ് ഒരു ബേസ്. നിങ്ങളിപ്പോൾ നോട്ട് ചെയ്തുവാണെങ്കിൽ പൊളിറ്റിക്കൽ സ്ട്രക്ചർ എന്ന് കൊടുത്തിട്ട് ഇത്രയും കാര്യങ്ങളാണ് എഴുതേണ്ടത്. 4 സെക്റ്റുകളാണ് പൊളിറ്റിക്കൽ ഡിവിഷൻ നമ്മൾ പോകുന്നത്. അതിൻ്റെ ബേസിക് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് കുലം അല്ലെങ്കിൽ കുലം, എന്താണ് ഫാമിലി ഇല്ലെങ്കിൽ ഇതിനെ എന്ത് പറയും? ഗൃഹ എന്നും പറയാറുണ്ട്. ഗൃഹ എന്താണ്? നമുക്കറിയാം ഒരു സൊസൈറ്റിയുടെ ബേസിക് സ്ട്രക്ചറൽ യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഫാമിലി. ആ ഫാമിലിയുടെ ഹെഡായ പുരുഷൻ ആരാണോ അദ്ദേഹത്തെ പറയുന്ന പേരാണ് കുലപതി. ഇപ്പൊ ഗ്രഹം എന്നാണ് പറയുന്നതെങ്കിൽ നമ്മൾ എന്ത് പറയും? ഗൃഹപതി. ഓക്കെ, ഇതിന്റെ ഹെഡായ പുരുഷനെ അങ്ങനെ പറയുന്നോണ്ട്, അപ്പൊ പുരുഷന് മേധാവിത്വം ഉള്ളത് കൊണ്ടാണ് സൊസൈറ്റി എന്താണ്? പാട്രിയാർക്കിയൽ ആണെന്ന് നമ്മൾ പറഞ്ഞു. ഇനിയിപ്പോ ഈ ഫാമിലീസ് എല്ലാം കൂടെ ജോയിൻ ചെയ്താൽ എന്തായിട്ട് മാറും? അത് കുറെ ഫാമിലികളുള്ള ഒരു സ്ഥലത്തെ നമ്മൾ എന്ത് പറയും? അതൊരു വില്ലേജ് ആണെന്ന് പറയും. ആ വില്ലേജിന്റെ ഹെഡിനെ നമ്മൾ എന്ത് പറയും? ഗ്രാമണി എന്ന് പറയും. ഗ്രാമണി എന്ന് പറയും, ഗ്രാമണി എന്ന് പറയും. ഞാൻ പറഞ്ഞു സ്പെല്ലിങ്സ് എന്താണ് പല ബുക്കുകളിലും പലതായിരിക്കും. ഇനി ഒരു ഗ്രൂപ്പ് ഓഫ് വില്ലേജ്, ആ വില്ലേജിന്റെ ഒരു ഗ്രൂപ്പ്, അതാണ് വിസ്. എ ഗ്രൂപ്പ് ഓഫ് വില്ലേജ്, അല്ലെങ്കിൽ നമുക്ക് എന്താ ഒരു ക്ലാൻ എന്ന് പറയാം, അല്ലെങ്കിൽ ഒരു ക്ലാൻ, അതാണ് എന്തെന്ന് പറയുന്നത്? വിസ്. അപ്പൊ ആ ഒരു ഗ്രൂപ്പ് ഓഫ് വില്ലേജ്, ഇപ്പൊ നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പൊ ഒരു ബ്ലോക്ക് ലെവലിൽ കുറെ വില്ലേജുകളുടെ ഗ്രൂപ്പ്, അതിനെയാണ് എന്തെന്ന് പറയുന്നത്? വിസ് എന്ന് പറയുന്നത്. അതിന്റെ ഹെഡാണ് വിസപതി. അതിന്റെ ഹെഡാണ് വിസപതി. ഇനി ഒരു വില്ലേജിന്റെ ഗ്രൂപ്പ് ചേർന്ന് ഒരു വലിയ ജന എന്ന് പറയുന്ന ഒരു ട്രൈബൽ ഗ്രൂപ്പ് ഉണ്ടാവുകയാണ്. ഒരു ട്രൈബൽ ഗ്രൂപ്പ് ഉണ്ടാവുകയാണ്. ആ വലിയൊരു ട്രൈബൽ ഗ്രൂപ്പിന്റെ ഹെഡാണ് ആര്? രാജൻ. അപ്പൊ നിങ്ങൾ ഇപ്പൊ കാണുന്ന നമ്മൾ പിന്നീട് പഠിക്കുന്ന രാജാക്കന്മാരുമായിട്ട് ഇവർക്ക് ഒരു ബന്ധമില്ല. അത് ഇത് കഴിഞ്ഞ് ഓരോരോ ഡിവിഷൻ കഴിഞ്ഞാൽ പോകുന്നത്. ഇപ്പൊ നമ്മൾ ഏർലി വേദിക് സൊസൈറ്റിയാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഏതാണ്? ഏർലി വേദിക് പീരീഡിന്റെ സൊസൈറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ ബേസിക് യൂണിറ്റ് എന്താണ് വരുന്നത്? ഫാമിലിയാണ്. ഗൃഹ, അതിന്റെ ഹെഡ് ആരാണ്? കുല ആണെങ്കിൽ കുലപതി, അത് ചേർന്ന് വരുന്ന ഗ്രാമയാണെങ്കിൽ ആരാണ്? ഗ്രാമണി, അത് ചേർന്ന് വരുന്ന വിസ് ആണെങ്കിൽ വിസ്പതി, അത് ചേർന്ന് വരുന്ന ജനയാണെങ്കിൽ രാജൻ. ഇവിടെ മെയിൻ ആയിട്ട് ഓർക്കേണ്ടത് ഇവരെങ്ങനെയാണ് ഈ ഒരു ഗ്രൂപ്പ് എന്ന് പറയുന്നത് എന്തിന്റെ ബേസിലായിരിക്കും? ഒരു ഗ്രൂപ്പ് ആൾക്കാർ, ഒരിടത്ത് താമസിക്കുന്ന ഒരു ഗ്രൂപ്പ് ആൾക്കാരാണ്. അപ്പൊ ഇവര് മെയിൻ ആയിട്ട് എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ഡിസ്കസ് ചെയ്തേക്കുന്നത്? ഇവർ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് കാറ്റൽ റിയറിങ്.
അപ്പോൾ എന്താണ് ഈ പശു റിലേറ്റഡ് അല്ലെ കാറ്റൽ റിയറിംഗ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും ആര് ഡിസ്കസ് ചെയ്തേക്കുന്നത്? ജന ഡിസ്കസ് ചെയ്ത്. അപ്പോൾ ഇതിന്റെ ഹെഡായ രാജനും അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ആൾക്കാരായിരിക്കും. എന്ന് വെച്ചാൽ ഫിസിക്കലി നല്ല സ്ട്രോങ്, ഒരു പശു പോയാൽ ഓടിപ്പിടിക്കാൻ പറ്റുന്ന പോലെ അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാരെയാണ് രാജനാക്കി വെക്കുന്നത്. അപ്പൊ ഈ ഒരു സമയത്ത് ഈ ഒരു പൊസിഷൻ ഒന്നും ഹെറിഡിറ്ററി അല്ലായിരുന്നു, നോൺ ഹെറിഡിറ്ററി ആണ്. എന്ന് വെച്ചാൽ നമ്മൾ പറയുന്ന പോലെ കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്ന് പറയുന്ന പോലെ തന്നെ ആർക്കാണോ അത്രയും ഒരു ട്രൈബൽ ഗ്രൂപ്പിനെ സ്ട്രോങ് ആയിട്ട് ലീഡ് ചെയ്യാൻ പറ്റുന്ന, ഫിസിക്കലി അത്ര ഫിസിക്കുള്ളതും അതുപോലെ ചെയ്യാൻ പറ്റുന്ന ആൾ ആരാണോ അദ്ദേഹമാണ് അതിന്റെ രാജൻ എന്ന് പറയുന്നത്. പക്ഷെ ഈ ഒരു കാര്യം നമുക്ക് ലേറ്റർ വേദിക് പീരീഡ് ആകുമ്പോഴത്തേനും മാറും. ലേറ്റർ വേദിക് പീരീഡ് ആകുമ്പോഴത്തേന് ജോഗ്രഫി ആൾക്കാർ കുറച്ചുകൂടെ സെറ്റിൽ ആവും. അപ്പൊ ഈ ജന എന്നുള്ളത് മാറി ജനപദ ആകും. ജനപദ. അപ്പൊ ജന എന്ന് പറയുന്നത് ഒരു ട്രൈബൽ ഗ്രൂപ്പ് ആയിരുന്നെങ്കിൽ ജനപദ വരുമ്പോൾ കുറച്ചുകൂടെ അത് ടെറിട്ടോറിയൽ ടെറിട്ടറി ബേസ് ചെയ്തു പോകും. എന്ന് വെച്ചാൽ അവർ താമസിക്കുന്ന അത്രയും ഒരു റീജിയൻ ഭരിക്കാൻ ഒരാള് എന്നുള്ള രീതിയിൽ അതിന്റെ ഹെഡ് ആരാണ്? രാജൻ തന്നെ. പക്ഷെ നമ്മൾ ഏർലി വേദിക് പീരീഡിൽ കാണുന്ന ഒരു ജനയല്ല, നമ്മൾ ലേറ്റർ വേദിക് പീരീഡിൽ കാണുന്ന ജനപദ. അപ്പൊ അവിടെ കുറച്ചുകൂടെ സ്ഥലങ്ങൾക്ക് ഇമ്പോർട്ടൻസ് വരുന്നത്. നമ്മൾ പറഞ്ഞു അഗ്രികൾച്ചർ വന്നതോടെ ആൾക്കാർ സെറ്റിൽ ചെയ്ത് ജീവിക്കാൻ തുടങ്ങും. സ്ഥലങ്ങൾക്ക് ഇമ്പോർട്ടൻറ്റ് വന്നതോടെ ഇവിടം തൊട്ടാണ് ഒരു രാജാധികാരം, രാജാവ് എന്നുള്ള രീതിയിലേക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന എവിടാണ്? ജനപദ. അപ്പൊ ജനപദ ആയപ്പോഴത്തേന് ഈ രാജൻ എന്നുള്ള പദവി എന്തായി? ഹെറിഡിറ്ററി ആയി. അതായത് ഇപ്പൊ അച്ഛൻ രാജാവാണെങ്കിൽ അടുത്ത മകനാണ് അടുത്ത രാജ്. ആ ഒരു രീതിയിലേക്ക് പെതിയെ മാറുന്നത് ഏത് കാലഘട്ടത്തിലാണ്? ലേറ്റർ വേദിക് പീരീഡ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആദ്യ സ്ലൈഡിൽ ചെക്ക് ലിസ്റ്റിൽ ഉണ്ടായിരുന്ന അടുത്ത നമ്മുടെ ഈ ജനപദാസ് ഒക്കെ ഇംപ്രൂവ് ആയിട്ടാണ് എന്ത് വരുന്നത്? മഹാജനപദ. അപ്പൊ മഹാജനപദാസ് ജനപദാസിന്റെ ഒരു ഗ്രൂപ്പ് അത് ഫോം ചെയ്ത് വരുന്നതാണ് മഹാജനപദാസ്. ഒരു 16 മഹാജനപദാസിനെ നമുക്ക് പഠിക്കാനും ഉണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പൊളിറ്റിക്കൽ സ്ട്രക്ചർ. അപ്പൊ പൊളിറ്റിക്കൽ സ്ട്രക്ചർ തുടങ്ങുന്നത് ഫാമിലി തൊട്ട് ജന വരെ. ലേറ്റർ വേദിക്ക് ആവുമ്പോൾ അതെന്താണ്? ജനപദയാവുന്നു. അത് കഴിഞ്ഞിട്ട് അത് മഹാജനപദയാവുന്നു. അപ്പൊ നമ്മൾ നോക്കിയത് ഏർലി വേദിക് പൊളിറ്റി. അപ്പൊ അതിൻ്റെ അകത്ത് മെയിൻ ആയിട്ടുള്ള ഗ്രൂപ്പാണ് പറഞ്ഞത് ജന ആണ്. ജനയുടെ ഹെഡാണ് ആര്? രാജന്. അപ്പൊ മെയിൻ ആയിട്ട് ഇവിടെ ഉണ്ടായിരുന്നത് സമിതികളാണ്, അസംബ്ലീസ്. നമ്മൾ വുമന്റെ ഇത് പറഞ്ഞു മെയിൻ ആയിട്ടുള്ള 3 അസംബ്ലികളാണുള്ളത്. അസംബ്ലി എന്ന് വെച്ചാൽ ഈ രാജൻ എന്ന് വെച്ചാൽ ഇപ്പൊ ജനയ്ക്ക് ഒരു ഹെഡ് ഉണ്ടല്ലോ, ഇവർ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ ഒരു ഗെറ്റ് ടുഗദർ പോലെ, അതാണ് അസംബ്ലീസ് എന്ന് പറയുന്നത്. അതിന് ട്രൈബൽ അസംബ്ലീസ് എന്നാണ് പറയുന്നത്. അപ്പൊ അതിനെ 3ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സഭ, സമിതി, വിധാത. ഇത് 3ആണ് മെയിൻ. ബാക്കിയുള്ളതാണ് ഗണ, പരിഷത്ത് എന്നൊക്കെ പറയുന്നത്. ഇപ്പൊ സഭയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ഇപ്പൊ നമ്മുടെ ഒരു ഗവൺമെന്റ് സ്ട്രക്ചറിൽ പറയുകയാണെങ്കിൽ നമ്മുടെ ഒരു ക്യാബിനറ്റ്, ഇപ്പൊ പ്രൈം മിനിസ്റ്ററും കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സും അടങ്ങുന്ന ക്യാബിനറ്റ് പോലാണ് സഭയെന്ന് വേണമെങ്കിൽ പറയാം. അത്രയും ഇമ്പോർട്ടന്റ് ഡിസിഷൻസും കാര്യങ്ങളൊക്കെ എടുക്കുന്നതാണ് സഭ. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ നമ്മുടെ ലോക്സഭയിലൊക്കെ ബാക്കിയുള്ള എംപിമാരെല്ലാം കൂടെ ചേരുന്നതാണ് സമിതി. പിന്നെ സാധാരണ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുള്ള ഒരു അസംബ്ലിയാണ് വിധാത. ഇപ്പൊ ഏർലി വേദിക് പീരീഡിൽ ഈ 2 അസംബ്ലിയിലേക്കും ആർക്ക് കയറായിരുന്നു? വുമന് കയറാമായിരുന്നു. ലേറ്റർ പീരീഡ് ആകുമ്പോഴത്തേന് ഈ 2 സമിതിയിലേക്കും വുമന്റെ എൻട്രി ഡിനൈ ചെയ്യാണ്. ഓക്കെ, അതാണ് അടുത്ത പോയിന്റ് കൊടുത്തേക്കുന്നത്. ഈ സഭയും സമിതി ഇത്ര അസംബ്ലീസ് ഉണ്ടായിരുന്നാലും ഏറ്റവും ഇമ്പോർട്ടന്റ് സഭാസമിതി. അപ്പൊ ഈ ഒരു വാക്ക് കേൾക്കുമ്പോൾ സഭാസമിതി എന്ന് വെച്ചാൽ ഏൻഷ്യന്റിലെ എന്തുമായിട്ട് റിലേറ്റ് ചെയ്താണ് ചോദിക്കും ചിലപ്പോൾ ചോദ്യം. അപ്പൊ എന്തുമായിട്ട് റിലേറ്റ് ചെയ്താണ്? ട്രൈബൽ അസംബ്ലീസ് ആണ്. അവിടെ ആർക്കൊക്കെ പങ്കെടുക്കാൻ പറ്റും ആ കാര്യങ്ങളൊക്കെ നോക്കി വെക്കുക. ഇനി നമ്മൾ വരുന്നത് ലേറ്റർ വേദിക് പീരീഡ്. അപ്പൊ ഏർലി വേദിക് പീരീഡിൽ എന്തൊക്കെ കാര്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് നോക്കി. എന്തൊക്കെ കാര്യങ്ങളായിരുന്നു? മെയിനായിട്ട് ഏർലി വേദിക് പീരീഡിൽ വരുന്നത് ഋഗ്വേദമാണ്. ഋഗ്വേദം റിലേറ്റ് ചെയ്ത് എന്തൊക്കെ കാര്യങ്ങളാണ്? ആൾക്കാരുടെ ജീവിതം ഏത് രീതിയിലാണ്, ജോഗ്രഫിക്കലി അവർ എവിടെ വരെയാണ് പോയത്, പാസ്റ്ററൽസ് ആയതുകൊണ്ട് തന്നെ അവർ എന്തിനെ ഡിപ്പെൻഡ് ചെയ്തു? കൗ. ഇപ്പൊ കൗ റിലേറ്റ് ചെയ്തിട്ടുള്ള ടേം, ഇൻഡസിനെ ഡിപ്പെൻഡ് ചെയ്തു, ഇൻഡസ് റിലേറ്റ് ചെയ്തിട്ടുള്ള ടേം. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഏതിൽ കണ്ടത്? ഏർലി വേദിക്കിൽ കണ്ടത്. ഇനി ലേറ്റർ വേദിക് പീരീഡിലാണ് നമ്മൾ ഇന്ന് കാണുന്ന പോലത്തെ മെയിൻ റിഫോംസും കാര്യങ്ങളും ഒക്കെ തുടങ്ങുന്ന ഏതിലാണ്? ലേറ്റർ വേദിക്ക്. അപ്പൊ അതിൽ ആദ്യത്തെ പോയിന്റ് കിടക്കുന്നത് അഗ്രികൾച്ചർ ബിക്കെയിം ദ മെയിൻ സ്റ്റേ. എന്തുകൊണ്ടാണ് അഗ്രികൾച്ചർ ബിക്കെയിം ദ മെയിൻ സ്റ്റേ എന്ന് പറഞ്ഞത്? ഞാൻ തുടങ്ങിയപ്പോഴേ പറഞ്ഞു ലേറ്റർ വേദിക്ക് ആയപ്പോഴത്തേന് എന്തിന്റെ ഇൻവെൻഷൻ വന്നു?
അയൺ കണ്ടുപിടിച്ചതോടെ ആൾക്കാർക്ക് എന്താണ് കാടുകൾ വെട്ടിത്തെളിച്ച് മുന്നോട്ട് പോകാൻ പറ്റി. അപ്പൊ ഇവർ എവിടേക്ക് എത്തി? നോർത്തേൺ പ്ലെയിൻസിലേക്ക് എത്തി. നോർത്തേൺ പ്ലെയിൻസ് എത്തിയപ്പോൾ അവർ സെറ്റിൽ ഡൗൺ ചെയ്ത് എന്ത് ചെയ്യാൻ തുടങ്ങി? അഗ്രികൾച്ചർ ചെയ്യാൻ തുടങ്ങി. അപ്പൊ ഇങ്ങനെ വേണം നിങ്ങൾ റിലേറ്റ് ചെയ്ത് കാണാൻ പറ്റും. അല്ലാതെ ഇപ്പം പെട്ടെന്ന് കാണാതെ പഠിക്കും. ഏർലി വേദിക് ഏജിൽ എന്താണ് പാസ്റ്ററലായിരുന്നു, ലേറ്റർ വേദിക്കിൽ എന്താണ് അഗ്രികൾച്ചർ. ഇങ്ങനെ കാണാതെ പഠിച്ചാൽ മറന്നു. പക്ഷെ റിലേറ്റ് ചെയ്ത് പഠിക്കുക. എന്തുകൊണ്ട് ഏർലി വേദിക് ഏജിൽ പാസ്റ്ററൽ ലൈഫും എന്തുകൊണ്ട് ലേറ്റർ വേദിക് ഏജിൽ അഗ്രികൾച്ചറും, ഇത് രണ്ടും റിലേറ്റ് ചെയ്ത് പഠിക്കുക. പിന്നെന്താണ്? ഇന്ദ്രദേവൻ എന്താണ്? കലപ്പയുമായിട്ട് റിലേറ്റ് ചെയ്യാൻ തുടങ്ങി. കഴിഞ്ഞ ഇതിൽ ഏർലി വേദിക് പീരീഡിൽ ഇന്ദ്രദേവൻ എന്താണ്? മഴ, കാറ്റ്, ഇടിമിന്നൽ അങ്ങനെയൊക്കെ ആയിരുന്നു. ലേറ്റർ ആയപ്പോഴത്തേന് അഗ്രികൾച്ചർ എന്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് അത് റിലേറ്റ് ചെയ്ത് ദൈവങ്ങളെ മാറ്റാൻ തുടങ്ങി. അപ്പോൾ അഗ്രികൾച്ചർ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് തന്നെ കൾട്ടിവേറ്റ് ചെയ്യുന്ന സാധനങ്ങളും കൂടി, എന്താ വീറ്റ്, റൈസ്, പൾസസ്, കൂടുതൽ കൾട്ടിവേറ്റ് ചെയ്യുന്ന കാര്യങ്ങളും കൂടി വന്നു. പിന്നെന്താണ്? ദാനമായിട്ട് കൊടുത്ത ദക്ഷിണയായിട്ടൊക്കെ എന്ത് കൊടുക്കാൻ തുടങ്ങി? കുക്ക്ഡ് റൈസ്. നേരത്തെയൊക്കെ ദക്ഷിണയായിട്ട് എന്താണ്? പശുക്കളെയാണ് കൊടുത്തുകൊണ്ടിരുന്നത് ഏർലി വേദിക്കിൽ. ലേറ്റർ വേദിക്കിൽ അഗ്രികൾച്ചറെ ഡിപ്പെൻഡ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ദക്ഷിണയായിട്ട് എന്താണ്? ചോറും എന്താണ് അരികളും ഒക്കെ ദക്ഷിണയായിട്ട് കൊടുക്കാൻ തുടങ്ങി. അപ്പോൾ ഇതിൽ മെയിനായിട്ടുള്ളത് ദ യൂസ് ഓഫ് അയൺ ടൂൾസ്. ഇത് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്തതാണ്. ഈ ഒരു അയൺ ടൂൾസിൻ്റെ കാരണമാണ് ഇവർക്ക് എന്താണ് ഇത്രയും എക്സ്പാൻഡ് ചെയ്ത് ഇങ്ങോട്ട് വരാൻ പറ്റിയത്. ഈ ഡെവലപ്മെന്റ്സ് എല്ലാം എന്താണ്? ഇവരുടെ സെറ്റിൽമെന്റിനെ വലുതാക്കാൻ ശ്രമിച്ചു. അങ്ങനെ വലുതായ സെറ്റിൽമെന്റ്സ് ആയിട്ട് ലേറ്റർ വേദിക് പീരീഡിൽ എന്താണ്? ജനപദാസ് വരുന്നത്. ഇപ്പൊ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ജനപദാസ് ആണ് കൗശംബി, ഹസ്തിനപുർ. ഇതൊക്കെ എന്താണ്? ലേറ്റർ വേദിക് പീരീഡിന്റെ അവസാന കാലഘട്ടത്തിൽ. അത് കഴിഞ്ഞിട്ട് ഇതെല്ലാം കൂടി ചേർന്ന് എന്താണ്? മഹാജനപദാസ് ആയിട്ട് നമ്മൾ അടുത്ത പഠിക്കുന്നുണ്ട്. ഇനി ലേറ്റർ വേദിക് സൊസൈറ്റിയിലെ ഇമ്പോർട്ടൻസും ഇവിടെ തൊട്ട് മെയിൻ ആയിട്ട് ലേറ്റർ വേദിക് സൊസൈറ്റിയിലെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് വർണ്ണ സിസ്റ്റമാണ്. എന്താണ് വർണ്ണ സിസ്റ്റം? നമുക്ക് ഇതുവരെ എന്താണ് വേദിക് കാലഘട്ടത്തിലാവട്ടെ ഇൻഡസ് വാലി സിസ്റ്റത്തിലാവട്ടെ എങ്ങും നമുക്ക് കാസ്റ്റ് ഡിവിഷൻ കാണാൻ പറ്റത്തില്ല. അപ്പൊ കാസ്റ്റ് സിസ്റ്റം ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ആവുന്നത് ഏത് കാലഘട്ടത്തിലാണ്? ലേറ്റർ വേദിക് പീരീഡിലാണ്. എന്താണ് കാസ്റ്റ് സിസ്റ്റം എന്ന് വെച്ചാൽ ജോലി ചെയ്യുന്നതനുസരിച്ച് മനുഷ്യരെ തരംതിരിക്കുക, ഓരോ കാസ്റ്റുകളായിട്ട് തരംതിരിക്കുക. അപ്പൊ മെയിനായിട്ടുള്ള 4 ഡിവിഷൻസ് ഏതായിരുന്നു? ബ്രാഹ്മണാസ്, ക്ഷത്രിയാസ്, വൈശ്യാസ്, ശൂദ്രാസ്. അപ്പൊ ഈ ഒരു ഡിവിഷനെ പറ്റിയൊക്കെ ഏതിലാണ് പറയുന്നത്? ഋഗ്വേദത്തിന്റെ 10th മണ്ഡല 10th ബുക്കിലാണ് പറയുന്നത്. 10th ബുക്കില് പുരുഷ സൂക്തത്തിലാണ് പറയുന്നത്. പുരുഷ സൂക്തം. അപ്പൊ അതിൻ്റെ അകത്താണ് എന്ത്? ഈ ഒരു കാസ്റ്റ് ഡിവിഷനെ പറ്റി. എന്തുകൊണ്ട്? ഋഗ്വേദത്തിൽ ഏർലി വേദിക, പക്ഷെ ഈ 10th ബുക്ക് എഴുതുന്ന ഏത് കാലഘട്ടത്തിലാണ്? ലേറ്റർ വേദിക് പീരീഡിൽ. അപ്പൊ അതിന്റെ 10th ചാപ്റ്ററിലാണ് എന്തിനെ പറ്റി പറയുന്നത്? പുരുഷ സൂക്തത്തിലാണ് ഈ ഒരു കാസ്റ്റ് ഡിവിഷനെ പറ്റി പറയുന്നത്. അതിൽ പറയുന്നത് പുരുഷ എന്ന് പറയുന്ന ഒരാളുടെ എന്താണ് വായിൽ നിന്നാണ് ആര് വരുന്നത്? ബ്രാഹ്മിൻസ് വരുന്നത്. വായിൽ നിന്ന് ബ്രാഹ്മിൻസ്. എന്താണ്? അദ്ദേഹത്തിന്റെ ഷോൾഡറിൽ നിന്ന് ആരാണ് വരുന്നത്? ക്ഷത്രിയാസ് വരുന്നു. അദ്ദേഹത്തിന്റെ തൈസിൽ നിന്ന് ആര്? വൈശ്യാസ് വരുന്നു. കാലിൽ നിന്ന് ഫീറ്റിൽ നിന്നാണ് ആര് വരുന്നത്? ശൂദ്രാസ് വരുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഏതിൽ പറഞ്ഞിട്ടുണ്ട്? അപ്പൊ ഇതനുസരിച്ചാണ് ഇങ്ങനെയാണ് കാസ്റ്റ് സിസ്റ്റം ഇന്ത്യയിലേക്ക് വരുന്നതും. ഇത് ആ ബുക്കിൽ പറഞ്ഞിട്ടുള്ളതുകൊണ്ടാണ് നമ്മൾ എന്താണ് ബ്രാഹ്മിൻസ് കുറച്ച് സുപ്പീരിയർ ആണെന്നും അല്ലെങ്കിൽ ശൂദ്രാസ് എന്ന് പറയുന്നത് ഏറ്റവും താഴേക്കിടയിൽ കിടന്ന ആൾക്കാരാണെന്നും ഇങ്ങനൊരു ഡിവിഷൻ സൊസൈറ്റിയിൽ വരാൻ കാരണം ഇങ്ങനെ എന്താണ് ആ ഒരു എഴുത്തുകളും പിന്നീട് വന്ന ആൾക്കാർ അത് പ്രചരിപ്പിച്ചതും കാരണമാണ്. അല്ലാതെ ഇന്ത്യയിൽ എന്താണ് ഇന്ന് കാണുന്ന പോലത്തെ ഒരു കാസ്റ്റ് സിസ്റ്റം, ഇന്ന് തന്നെ എത്ര കാസ്റ്റുകളാണ്, നമുക്ക് സെപ്പറേറ്റ് കാസ്റ്റ് സെൻസസ് വരെ എടുക്കുന്നതിനെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ അത്രയും കാസ്റ്റുകളുണ്ട്. അപ്പൊ തുടക്കത്തിൽ ഇപ്പൊ നമ്മൾ ഇൻഡസ് വാലി പീരീഡ് നോക്കുകയാണെങ്കിൽ ഏർലി വേദിക് പീരീഡ് നോക്കുകയാണെങ്കിൽ കാസ്റ്റേ ഇല്ല. ഈ ഒരു ഇൻട്രൊഡക്ഷൻ ഒക്കെ വരുന്ന ഏത് സമയത്താണ്? മനുഷ്യർ തമ്മിൽ വ്യത്യാസം വരുന്ന എപ്പോഴാണ്? ലേറ്റർ വേദിക്. ഇനി ഇവിടെയുള്ള ചോദ്യം, ബ്രാഹ്മണാസും ക്ഷത്രിയാസും വൈശ്യാസും ഇവരെല്ലാം ദ്വിജവർണ്ണ എന്നാണ് അറിയപ്പെട്ടത്. ദ്വിജവർണ്ണ എന്ന് വെച്ചാൽ 2 തവണ ജയിച്ചു, അല്ലെങ്കിൽ ട്വൈസ് ബോൺ എന്ന് പറയും. ട്വൈസ് ബോൺ. എന്തുകൊണ്ടാണ് ദ്വിജവർണ്ണ എന്ന് പറയുന്നത്? ഇവർക്ക് 2 ജനനമാണ്. ഒന്ന് അവർ ഫിസിക്കലി ജനിക്കുന്നതും, രണ്ടാമത് എന്താണ് അവർ ഉപനയനം ചെയ്ത് അടുത്ത ജനനം എടുക്കുന്നത്. അതും അവരുടെ രണ്ടാമത്തെ ഒരു ജനനമാണെന്ന് പറയുന്നത്. അങ്ങനെ ദ്വിജവർണ്ണ എന്നറിയപ്പെടുന്ന ആരൊക്കെയാണ്? ബ്രാഹ്മിൻസ്, ക്ഷത്രിയാസ്, വൈശ്യാസ്. ഈ 3 വർണ്ണങ്ങളെ എന്താണ് ദ്വിജവർണ്ണ എന്നും. ഇതിൽ ദ്വിജവർണ്ണത്തിൽ ഉൾപ്പെടാത്ത ആരാണ്? ശൂദ്രാസ്.
കാരണം ഇവർക്ക് എന്താണ് ഉപനയനങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പൊ ശൂദ്രാസ് എന്താണ് ദ്വിജവർണ്ണയിൽ ഉൾപ്പെടില്ല. അപ്പൊ എന്താണ് ഈ ഒരു 4 തന്നിട്ട് ഏതാണ് ദ്വിജവർണ്ണയിൽ അല്ലാത്തതെന്ന് ചോദ്യം ചോദിക്കാൻ പറ്റും. ശൂദ്രാസിന് ഉപനയനം ഇല്ലാത്തതുകൊണ്ട് തന്നെ അവരെന്തിലാണ് ദ്വിജവർണ്ണയിൽ വരുന്നില്ല. ഇനി എന്താണ് ലേറ്റർ വേദിക് റിലീജിയൻ നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്താണ് ഇവിടെ തൊട്ട് നമുക്ക് വിഷ്ണു, പിന്നെ ശിവന്റെ രുദ്ര, അങ്ങനെ പല പല ഫോമുകൾ ഡൈറ്റീസ് കാണാൻ പറ്റും. പിന്നെ മേജർ ആയിട്ടുള്ള എന്താണ് യജ്ഞങ്ങൾ ഞാൻ പറഞ്ഞു. ഇപ്പോൾ ജനപദയായി, ജനപദയുടെ ഹെഡ് ആരാണ്? രാജനാണ്. അപ്പൊ ആ രാജാവ് എന്നുള്ളൊരു കൺസെപ്റ്റ് ഒക്കെ നമുക്കിവിടെ കണ്ടു തുടങ്ങാം. അപ്പൊ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള യജ്ഞങ്ങൾ ഏതൊക്കെയായിരുന്നു? അശ്വമേധം, വാജ്പേയ, രാജസൂയ. ഈ 3 യജ്ഞങ്ങൾ നിങ്ങൾ പേരുകൾ കേട്ടിട്ടുള്ളതായിരിക്കും. ഇത് എന്തിനെ പറ്റിയിട്ടുള്ളതാണ്? കിങ്ങിന്റെ പവർ കൂട്ടാൻ വേണ്ടിയിട്ടുള്ളതാണ്. അല്ലെ കിങ് അല്ലെ രാജന്റെ പവർ കൂട്ടാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇപ്പൊ എല്ലാ 3 യജ്ഞങ്ങളും അങ്ങനെയുള്ള. ഇപ്പൊ അശ്വമേധം എന്ന് വെച്ചാൽ എന്താ? ഇപ്പൊ ഈ രാജാവിന്റെ കയ്യിൽ ഏറ്റവും എന്താണ് ശക്തനായിട്ടുള്ള ഒരു കുതിരയും അതിന്റെ കൂടെ എന്താണ് ഒരു 3-4 പേരെയും കൂടെ രാജാവ് എന്താണ് കുതിര അയച്ചു വിടുകയാണ്. അപ്പൊ ഈ കുതിര ഒരു വർഷത്തേക്ക് അയച്ചു വിട്ടേക്കും. അപ്പൊ ഈ കുതിരയ്ക്ക് ഏത് സ്ഥലം വേണം? അതിന് ഇഷ്ടമുള്ള വഴി പോകാലോ. അതപ്പോ അടുത്തടുത്തുള്ള രാജ്യങ്ങളിലേക്ക് കയറുകയാണെങ്കിൽ അവിടുത്തെ രാജാവിന് 2 ഓപ്ഷനാണ്. ഒന്നെങ്കിൽ എന്താണ് ഈ കുതിരയെ പിടിച്ചു കെട്ടാം, ഇല്ലെങ്കിൽ എന്താണ് കുതിരയെ പിടിച്ചു കെട്ടി ഈ കൂടെ വന്ന ആൾക്കാരോട് യുദ്ധം ചെയ്ത് രാജാവിനെ വെല്ലുവിളിക്കാം. ഇല്ലെങ്കിൽ ആ കുതിര എന്താണ് ഒന്നും ചെയ്യാതെ ഈ ഏത് രാജാവാണോ ഈ കുതിരയെ വിട്ടത് അദ്ദേഹത്തിന്റെ അടിമയായിട്ട് അല്ലെങ്കിൽ ആ രാജ്യത്തോട് ഒരു സബോർഡിനേറ്റ് ആയിട്ട് ആ രാജ്യത്തിലേക്ക് ചേരുകയും ചെയ്യാം. അങ്ങനെ ഒരു വർഷം ഈ കുതിര എത്ര സ്ഥലങ്ങളിൽ പോകുന്നു അത്രയും സ്ഥലങ്ങൾ എന്താണ് ഈ രാജാവിന്റെ അണ്ടറിൽ വരും. അതാണ് അശ്വമേധം. എന്നിട്ട് ലാസ്റ്റിൽ എന്താ ചെയ്യുന്നത്? ഈ രാജാവ് ഈ കുതിര തിരിച്ചു വരുമ്പോൾ ആ കുതിരയെ കൊല്ലുകയും അപ്പൊ ആ കുതിരയെ കോൺക്യൂർ ചെയ്ത ആൾ ആ രാജാവായോണ്ട് ഈ സ്ഥലങ്ങളെല്ലാം ഈ കുതിര പോയ സ്ഥലങ്ങളെല്ലാം ആരുടെ അണ്ടറിൽ വരും? ആ രാജാവിന്റെ അണ്ടറിൽ വരികയും ചെയ്യും. അതാണ് അശ്വമേധയാഗം. അപ്പൊ ഈ രാജാക്കന്മാർ ഇങ്ങനെ ചില യാഗങ്ങൾ ചെയ്തിട്ടാണ് രാജാവ് എന്നുള്ള പദവിയിൽ നിന്ന് എന്തിലേക്ക് മാറുന്നത്? ചക്രവർത്തി എന്നുള്ള ഒരു പദവിയിലേക്ക് മാറുന്നത്. അതിനുവേണ്ടി ചെയ്യുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലേറ്റർ വേദിക് പീരീഡിലെ യാഗങ്ങളാണ് ഇത്. അശ്വമേധം, വാജ്പേയം, രാജസൂയം. ഇനി മെയിനായിട്ട് ഉപനിഷത്സിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഉപനിഷത്സിൽ ഈ ലേറ്റർ വേദിക് റിലീജിയനെ പറ്റി പറഞ്ഞേക്കുന്നത് കർമ്മ എന്നുള്ളൊരു കൺസെപ്റ്റ് മെയിനായിട്ട് ഉപനിഷത്സിലാണ് പറഞ്ഞത്. എന്താണ്? നമ്മുടെ കഴിഞ്ഞ ജന്മത്തിലെ കർമ്മത്തിന്റെ ഫലം നമ്മൾ ഈ ജന്മത്തിൽ അനുഭവിക്കും. അതായത് ആ ഒരു റീബർത്ത്, പുനർജന്മത്തിൽ എന്താ കർമ്മത്തിന്റെ ഫലങ്ങൾ ഇതൊക്കെ ഏതിലാണ് വരുന്നത്? ഉപനിഷത്തുകളിലാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സൈക്കിള് എന്താണ് ജനിക്കുക, മരിക്കുക, പിന്നെയും ജനിക്കുക, ഈ ഒരു സൈക്കിളിൽ നിന്ന് വെളിയിൽ പോകുന്നതിനെ നമ്മൾ എന്താണ് പറയുന്നത്? മോക്ഷ എന്നാണ് പറയുന്നത്. മോക്ഷം കിട്ടിയെന്ന് വെച്ചാൽ എന്താ? ഇനി നമുക്കൊരു ജന്മം ഇല്ല എന്നാണ് എന്ത് പ്രകാരം പറയുന്നത്? ഉപനിഷത്തുകൾ പ്രകാരം പറയുന്നത്. നമുക്ക് ലേറ്റർ വേദിക് നമ്മൾ പറഞ്ഞ ഏർലി വേദിക്കിൽ നമുക്ക് ഏത് വേദം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ? ഋഗ്വേദം മാത്രമേ ഉള്ളായിരുന്നു. ലേറ്റർ വേദിക്കിലാണ് ബാക്കി 3 വേദങ്ങൾ വരുന്നത്. അപ്പൊ അതിൽ ആദ്യം വരുന്ന ഏതാണ്? സാമവേദം അല്ലെ സാമവേദം. എന്തുമായിട്ട് റിലേറ്റ് ചെയ്താണ്? മ്യൂസിക്കുമായിട്ട്. ഇന്ത്യൻ ക്ലാസിക്കൽ മ്യൂസിക്കിന്റെ ഒറിജിൻ എന്നറിയപ്പെടുന്ന വേദമാണ് ഏത്? സാമവേദം. അത് എത്ര ചാപ്റ്റേഴ്സ് ആയിട്ടായിരുന്നു? 6 ചാപ്റ്റേഴ്സ്. എത്ര ഹൈംസ്? 1875 ഹൈംസ്. അപ്പൊ എന്താണ്? എന്തുമായിട്ട് റിലേറ്റ് ചെയ്താണ്? മ്യൂസിക്കുമായിട്ട് റിലേറ്റ് ചെയ്താണ്. എന്താണ്? പല പ്രീസ്റ്റുകൾ, ഉദ്ഗാതർ തുടങ്ങിയ പല പ്രീസ്റ്റുകളും എന്താണ് ഇത് റിലേറ്റ് ചെയ്തിട്ട് മന്ത്രങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ സാമവേദം എന്തുമായിട്ട് റിലേറ്റ് ചെയ്താണ്? മ്യൂസിക്. ഇനിയുള്ള 3 വേദങ്ങളുടെ കണ്ടന്റ് എന്താണ്? എന്തുമായിട്ട് റിലേറ്റ് ചെയ്താണെന്ന് അറിഞ്ഞിരിക്കണം. അടുത്ത വരുന്നത് യജുർവേദം. യജുർവേദം എന്തായിട്ട് റിലേറ്റ് ചെയ്താണ്? യാഗങ്ങളൊക്കെ എങ്ങനെയാണ് ചെയ്യേണ്ടത് അതിന്റെ പ്രൊസീജിയേഴ്സ് ആണ് ഏതിൽ വരുന്നത്? യജുർവേദത്തിൻ്റെ അകത്ത് വരുന്നത്. അപ്പം യജുർവേദം, യജ്ഞങ്ങൾ അങ്ങനെ വേണം കണക്ട് ചെയ്യാൻ. യജുർവേദം, യജ്ഞങ്ങൾ ചെയ്യാൻ എന്തൊക്കെ പ്രൊസീജിയേഴ്സ് ആണുള്ളത് ആ ഡീറ്റെയിൽസ് ആണ് നമുക്ക് ഏതിൽ കാണാൻ പറ്റുന്നത്? യജുർവേദത്തിൽ കാണാൻ പറ്റുന്നത്. അതിൽ എത്ര ചാപ്റ്റേഴ്സ് ആണ്? 40 ചാപ്റ്റേഴ്സ്. എത്ര ഹൈംസ് ആണ് വരുന്നത്? 1975. ഇനി നമുക്ക് നോക്കാനുള്ളത് ഒരേ ഒരു വേദം. ഈ 4 വേദങ്ങളിൽ 2ആയിട്ട് ഡിവൈഡ് ചെയ്യപ്പെട്ട ഒരേ ഒരു വേദം ഏതാണ്? യജുർവേദമാണ്. എന്ത് വേദം? കൃഷ്ണ യജുർവേദവും ശുക്ല അഥവാ ബ്ലാക്ക് യജുർവേദ ആൻഡ് വൈറ്റ് യജുർവേദ. ഇങ്ങനെ 2ആയിട്ട് ഒരു ഡിവിഷൻ വന്ന ഒരേ ഒരു വേദം എന്ന് പറയുന്ന ഈ 4 എണ്ണത്തിൽ ഏതാണ്? യജുർവേദം. ഇപ്പൊ യജുർവേദം എന്തുമായിട്ട് റിലേറ്റ് ചെയ്താണ്? യജ്ഞങ്ങളുമായിട്ട് റിലേറ്റ് ചെയ്താണെന്ന് വിചാരിക്കുക. അല്ലെങ്കിൽ അതിൽ എന്തൊക്കെയാണ് സാക്രിഫിഷ്യൽ ഫോർമുലാസ്, യജ്ഞങ്ങളിൽ എന്തൊക്കെയാണ് പാലിക്കേണ്ട നിയമങ്ങളും കാര്യങ്ങളും, ഇതൊക്കെയാണ് ഏതിൽ വരുന്നത്? യജുർവേദക്കകത്ത് വരുന്നത്. ഇനി ലാസ്റ്റ് അഥർവവേദ. അഥർവവേദ എന്തുമായിട്ട്? അഥർവവേദ മനസ്സിലാക്കാൻ വേണ്ടി എന്ത് പറയാം? ആയുർവേദം. അഥർവവേദം ആയുർവേദം എന്തുമായിട്ട് റിലേറ്റ് ചെയ്താണ്? മെഡിസിൻസുമായിട്ട് റിലേറ്റ് ചെയ്താണ്.
മെഡിസിൻസ്. അപ്പോൾ അഥർവവേദം എന്താണ്? മെഡിസിൻസുമായിട്ട് റിലേറ്റ് ചെയ്തതാണ്. ഓൾസോ കോൾഡ്, മെയിനായിട്ട് എന്താണ് അറിയപ്പെടുന്നത്? ദ വേദ ഓഫ് മാജിക്കൽ ഫോർമുലാസ്. അതായത് ഈവിൾ സ്പിരിറ്റിനെയും എന്താണ് അസുഖങ്ങളും ഒക്കെ മാറാനുള്ള മാന്ത്രിക ഫോർമുലാസ് എന്തിലുണ്ടെന്നാണ് പറയുന്നത്? അഥർവവേദത്തിൽ. അതുകൊണ്ട് ദ വേദ ഓഫ് മാജിക്കൽ ഫോർമുലാസ് എന്നറിയപ്പെടുന്നത് ഏതാണ്? അഥർവവേദമാണ്. എത്ര ചാപ്റ്റേഴ്സ് ആണ്? 20 ചാപ്റ്റേഴ്സ്. അഥർവവേദത്തിലെ ചാപ്റ്റേഴ്സ് ചോദിച്ചിട്ടുള്ളതാണ് 20 ചാപ്റ്റേഴ്സ്. എത്ര ഹൈംസ് ആണുള്ളത്? 730. അപ്പം അതിൻ്റെ അകത്ത് വരുന്നത് എന്തൊക്കെയാണ്? അത് റിലേറ്റ് ചെയ്തിട്ടാണ് എന്ത്? ആയുർവേദം വരുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ് ഇതിനെ ബ്ലാക്ക് വേദ എന്ന് അറിയപ്പെടുന്നുണ്ട്. പിന്നെ മെയിനായിട്ടുള്ള ഒരു കോട്ട് എന്താണ്? യുദ്ധം തുടങ്ങുന്നത് മനുഷ്യ മനസ്സിലാണെന്നുള്ളൊരു കോട്ട് വരുന്നത് ഏതിലാണ്? അഥർവവേദത്തിലാണ്. ഇതാണ് വാർ ബിഗിൻസ് ഇൻ ദ മൈൻഡ് ഓഫ് മെൻ. ശരിയല്ലേ? ഇതാണ് മനുഷ്യന്റെ മനസ്സിലാണ് യുദ്ധങ്ങൾ വളരുന്നത്. നമ്മളിപ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാർ ചിന്തിക്കാത്ത കാര്യങ്ങൾ പോലെ നമ്മൾ ചിന്തിച്ചു കൂട്ടും. അങ്ങനെയാണ് എന്ത് വലിയ വലിയ പ്രശ്നങ്ങളിലേക്ക് പോകുന്നത്. അപ്പോൾ ഈ ഒരു ഡീറ്റെയിൽസ് ഇങ്ങനെയുള്ള കാര്യങ്ങളും പിന്നെ എന്താണ് മെഡിസിൻ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളും എല്ലാം നമുക്ക് ഏതിൽ കാണാൻ പറ്റും? അഥർവവേദത്തിൽ കാണാൻ പറ്റും. ദ വേദ ഓഫ് മാജിക്കൽ ഫോർമുലാസ് ആണ് എന്ത്? അഥർവവേദം. അപ്പോൾ ദ ഓൺലി വേദ വിച്ച് ഇസ് ഡിവൈഡഡ് ഇൻടു 2 പാർട്സ് ഏതാണ്? യജുർവേദമാണ്. ഇപ്പോൾ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് അഥർവവേദ ഈസ് എ കളക്ഷൻ ഓഫ് എത്ര ചാപ്റ്റേഴ്സ് ആണെന്നുണ്ടായിരുന്നത്? 20 ചാപ്റ്റേഴ്സ് ആണ് ഉണ്ടായിരുന്നത്. ഇനി റിലേറ്റ് ചെയ്ത് കുറച്ച് വേദിക് ടേമുകളാണ്. അപ്പോൾ വേദിക്ക് ഞാൻ പറഞ്ഞു എന്തെങ്കിലും നമുക്ക് ടഫായിട്ട് ചോദിക്കുന്നത് റിലേറ്റ് ചെയ്ത ടേംസ് ആണ് ചോദിക്കാൻ പറ്റുന്നത്. നമ്മളപ്പോൾ നോക്കിയാണ് കുലപതി എന്താണ്? ഫാമിലി ഹെഡാണ്. ഓക്കെ, അത് നമുക്ക് ഓൾറെഡി നമ്മൾ എന്താണ് ഈ ഒരു വേദിക് കാലഘട്ടത്തിലെ പൊളിറ്റി നോക്കിയപ്പോൾ കണ്ടാണ്. കുലമല്ലേ ഫാമിലി, അതിൻ്റെ ഹെഡ് എന്താണ്? കുലപതി. അതിന് മേലിൽ വരുന്നതാണ് ഗ്രാമം. അപ്പം ഗ്രാമത്തിൻ്റെ ഹെഡാണ് ആര്? ഗ്രാമണി, ഹെഡ് ഓഫ് ദ വില്ലേജ്. ഇനി സ്പാസ അല്ലെങ്കിൽ ദൂതാസ്, ദൂതന്മാരാരാണ്? സ്പൈസ്, നമുക്കിപ്പോഴും അറിയാവുന്നതാണ്. ഇനി ജീവഗൃഹ. ജീവഗൃഹ എന്ന് വെച്ചാൽ ആ സമയത്ത് നിയമങ്ങൾ നോക്കി നടത്തി ക്രിമിനൽസിനെതിരെയൊക്കെ ആരാണോ വർക്ക് ചെയ്ത ഇപ്പോൾ ഉള്ള ടീമിൽ പറയുവാണെങ്കിൽ ആരാണ്? പോലീസ് ഓഫീസർ. അപ്പോൾ പോലീസ് ഓഫീസർ എന്ന് പറയുന്ന ആരാണ്? ജീവഗൃഹയാണ്. ജീവഗൃഹ. ഈ വ്രജപതി ചോദിച്ചിട്ടുള്ളതാണ് പാസ്റ്റർ ലാൻഡ്, ചതുപ്പിൽ അല്ലെങ്കിൽ പാസ്റ്റർ ലാൻഡിന്റെ ഓഫീസറിനെ എന്താണ് പറയുന്നത്? വ്രജപതി. അടുത്ത് നമുക്ക് പറയാൻ പറ്റുന്നതാണ് സുപ്രീം കമാൻഡർ ഓഫ് ആർമി എന്താണ്? സേനാനി അല്ലെങ്കിൽ സേനാപതി അല്ലെങ്കിൽ രാഷ്ട്രഗോപ സേനാനി എന്നൊക്കെ പറയും. ചീഫ് പ്രീസ്റ്റിനെ എന്താണ് പറയുന്നത്? പുരോഹിതൻ. ബാക്കി ടേംസ് ഒക്കെ നമുക്ക് ഓർക്കാവുന്നതാണ്. ഇതിൽ നമ്മൾ പറയാത്ത ടേംസ് ഏതൊക്കെയാണ്? പോലീസ് ഓഫീസർ എന്താണ്? ജീവഗൃഹ. അതുപോലെ ഓഫീസർ ഇൻചാർജ് ഓഫ് പാസ്റ്റർ ലാൻഡ് ആരാണ്? വ്രജപതി. അപ്പം ഇത്രയും കാര്യങ്ങളാണ് വേദിക് കാലഘട്ടത്തിൽ വരുന്നത്. വേദിക് കാലഘട്ടത്തിൽ നമ്മൾ ഏർലി വേദിക് ഏജിലും ലേറ്റർ വേദിക് ഏജിലും എന്തൊക്കെ കാര്യങ്ങളാണ് നോക്കിയത്? ഏർലി വേദിക് ഏജിൽ എങ്ങനെയായിരുന്നു സമൂഹം, എങ്ങനെയായിരുന്നു അല്ല റിലീജിയൻ എങ്ങനെയായിരുന്നു, പൊളിറ്റി എങ്ങനെയായിരുന്നു, സൊസൈറ്റി. അത് വേദിക് ഏജും തമ്മിൽ എന്തൊക്കെ വ്യത്യാസങ്ങളാണെന്ന് നോക്കി മെയിൻ വ്യത്യാസങ്ങൾ മാത്രം നോട്ട് ചെയ്യുക. ഇനി ഞാൻ പറഞ്ഞ എന്താണ്? ഏർലി വേദിക് ഏജിൽ നമുക്ക് ജനയെ കാണാമെങ്കിൽ ലേറ്റർ വേദിക് ഏജിൽ അത് ജനപദയാണ്. അത് കഴിഞ്ഞ് കണ്ടംപററി ആയിട്ട് പിന്നെ വരുന്ന അടുത്ത കാലഘട്ടം എന്താണ്? മഹാജനപദാസ് ആണ്. മഹാജനപദാസ്. അപ്പം നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു 16 മഹാജനപദാസ്, 16 മഹാജനപദാസ് ആണ് പഠിക്കാനുള്ളത്. ഓക്കെ, ഇതാണ് അവർ വരുന്ന ഒരു ജോഗ്രഫിക്കൽ എക്സ്റ്റൻഷൻ പറയുകയാണെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മഹാജനപദ ഏതാണ്? മഗധ. പിന്നെ വരുന്ന അങ്ക, കാശി, പ്രാചി, മല്ല, കോശല, പാഞ്ചാല, കുരു, ശുരസേന, മത്സ്യ, അവന്തി, ചേടിയ, വത്സ, അസാഖ. ഇവിടെ വരുന്നതാണ് കംബോജയും ഗാന്ധാരയും. കംബോജയും ഗാന്ധാരയും ഏത് റീജിയനാണ്? അപ്പം ഇത്രയാണ് 16 മഹാജനപദാസ്, അവരുടെ ലൊക്കേഷൻ. നമുക്കപ്പോൾ ഈ ഒരു പാർട്ടിയിൽ നിന്ന് മെയിനായിട്ട് ഇമ്പോർട്ടൻ്റ് ഓർത്തിരിക്കേണ്ടത് ഈ 16 മഹാജനപദകൾ ഏതാണ്, അതിൻ്റെ ക്യാപിറ്റലൊക്കെ ചിലപ്പോൾ ചോദിക്കും. കുറച്ച് സ്റ്റാറ്റിക് പോർഷൻ ആണ്. അപ്പം അതാണ് കൊടുത്തേക്കുന്നത്. നിങ്ങൾ വീഡിയോ കാണുകയാണെങ്കിൽ ഒന്ന് പോസ് ചെയ്ത് നോക്കുക. അപ്പോൾ എന്തൊക്കെയാണ് ഈ 16 മഹാജനപദ? നമ്മളിതിൽ ഈ കാണിച്ച മഹാജനപദാസ് തന്നെ ഒരു ടേബിളാക്കി കൊടുത്തേക്കാണ്. ഏതാണ് 16 മഹാജനപദ? അതിന് വരുന്ന ക്യാപിറ്റൽ ഏതൊക്കെയാണ്? കറന്റ് ലൊക്കേഷൻ, ഇപ്പൊ കറന്റ്ലി അവർ ഏത് സ്റ്റേറ്റിലാണ്? ഇതിൽ ഇമ്പോർട്ടൻ്റ് വരുന്നതാണ് മഗധ. മഗധയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. മഗധ റീജിയൻ എന്ന് പറയുമ്പോൾ എത്ര? ഉത്തർപ്രദേശ്, ബീഹാർ, ആ ഒരു റീജിയൻ ആണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ കോൺഫ്ലിക്റ്റുകളും ഏറ്റവും കൂടുതൽ ബാറ്റിലും ഒക്കെ എന്തിനു വേണ്ടിയായിരുന്നു? ഈ ഒരു മഗധ റീജിയനും. പിന്നെ വരുന്ന മെയിൻ എംപേഴ്സിന്റെ ഒക്കെ ക്യാപിറ്റൽ എവിടെ കാണാം? ഈ ഒരു മഗധ അല്ലെ ഈ ഒരു റീജിയൻ അടുത്ത് കാണാം. ഇതിന്റെ ക്യാപിറ്റൽ ഏത്? രാജ്ഗിർ അല്ലെ രാജഗൃഹയാണ്. രാജഗൃഹ എവിടെയാണ് വരുന്നത്? ബീഹാറിലാണ് വരുന്നത്. അപ്പോൾ ഈ 16 മഹാജനപദയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്താണ്? മഗധയാണ്. അടുത്ത ആദ്യത്തെ 8 കണ്ടു. അടുത്ത 8 മത്സ്യ, ചേടി, അവന്തി, ഗാന്ധാർ, കംബോജ, അസ്മാഗ്, വാജി, മല്ല.
നിങ്ങൾ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്തിട്ട് ഇത് റഫായിട്ട് കുറച്ച് സ്റ്റാറ്റിക് പോർഷനാണ് എന്തൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് എന്ന് തോന്നുന്നത് അടയാളപ്പെടുത്തുക. അപ്പോൾ ഇമ്പോർട്ടൻ്റ് നിങ്ങൾക്ക് എടുത്ത് പഠിക്കാൻ വേണ്ടിയിട്ട് സെപ്പറേറ്റ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ഏതാണെന്ന് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ എക്കണോമി. ഈ ഒരു മഹാജനപദ കാലഘട്ടത്തിൽ എക്കണോമി മെയിൻ ഒക്കുപ്പേഷൻ എന്തായിരുന്നു? അഗ്രികൾച്ചർ ആയിരുന്നു. അപ്പം മെയിനായിട്ട് സൊസൈറ്റി എന്തായാലും അഗ്രേരിയൻ സൊസൈറ്റി ആയിട്ട് മാറുന്നു. കറക്റ്റ് ട്രേഡ് റൂട്ട്സും കാര്യങ്ങളും ആവുന്നു. പിന്നെ നമുക്ക് ഈ ഒരു മെയിൻ ഈ ഒരു സമയമായപ്പോഴത്തേനും എന്താണ് ട്രേഡ് കച്ചവടങ്ങൾ വരുന്നു. അതോടൊപ്പം തന്നെ കോയിൻസ്. അപ്പോൾ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന കുറച്ച് കോയിൻസിൻ്റെ പേരുകളാണ് കഹപന, നിഖ, കഖാനിക, കംസ, പാട. ഇതൊക്കെ എന്ന് പറയുന്നത് ഏൻഷ്യൻ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന കോയിൻസ് ആണ്. നമുക്ക് ഏതൊക്കെ മഹാജനപദ, എല്ലാ മഹാജനപദയോടെ പഠിക്കാൻ പറ്റത്തില്ല. ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു 3-4 കൊടുത്തേക്കുന്നത്. അപ്പം അതിൽ കാശി എന്ന് പറയുന്ന മഹാജനപദ എന്തിന് ഫേമസ് ആയിരുന്നു? കോട്ടൺ ടെക്സ്റ്റൈൽസ് മാർക്കറ്റ്, ഹോഴ്സ് മാർക്കറ്റിന് ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. ചെമ്പ എന്ന് പറയുന്ന മഹാജനപദ എന്താണ്? കച്ചവടങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. വാജി ഒരു 8 ക്ലാനുകളുടെ കൂട്ടമായിരുന്നു എന്ത്? വാജി. അപ്പം അത് ചോദിച്ചിട്ടുള്ളതാണ്. കോൺഫറൻസ് ഓഫ് 8 ക്ലാൻസ്. വാജി ഇമ്പോർട്ടൻ്റ് ആണ്. ബുദ്ധ മരിക്കുന്നത് ഏത് മഹാജനപദത്തിലാണ്? കുശിനഗരയാണ്. അതുപോലെ തന്നെ വിരാട് നഗർ, പാണ്ഡവാസ് ഒളിവിൽ പോയ സ്ഥലമാണ്. അത് ഏത് മഹാജനപദ? അത് സെപ്പറേറ്റ് ഉള്ളതാണ്, വിരാട് നഗർ. അടുത്ത വരുന്ന മധുര, കംബോജ, കാശി, കോസല. മഹാജനപദ 16 ഇമ്പോർട്ടൻ്റ് ഉണ്ട്. റിലേറ്റ് ചെയ്ത് 1-2 ടേംസ് വരുന്ന കാര്യങ്ങളാണ് ഇതിൽ കൊടുത്തേക്കുന്നത്. നിങ്ങൾക്ക് അപ്പോൾ മെയിനായിട്ട് മഗധ നോക്കുക, പിന്നെ ഇമ്പോർട്ടൻ്റ് എന്ന് തോന്നുന്നത് നോട്ട് ചെയ്ത് വെക്കുക. ഇത്രയും കാര്യങ്ങൾ ഏർലി വേദിക് ഏജ്, ലേറ്റർ വേദിക് ഏജ്, മഹാജനപദാസ് 16 പേരാണ് വരുന്നത്. അതിൻ്റെ ക്യാപിറ്റൽ, മോഡേൺ ലൊക്കേഷൻ. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്താണ് പോസ് ചെയ്തിട്ട് മഗധ ഒന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കുക. ബാക്കി ഇമ്പോർട്ടൻ്റ് ഒന്ന് ജോഗ്രഫിക്കലി നമ്മൾ മാപ്പ് കാണിച്ചാണ്. അത് വെച്ച് നിങ്ങൾക്ക് എന്താണ് ഏകദേശം ഒരു ഐഡിയ, ഏകദേശം മഹാജനപദാസ് എവിടൊക്കെയാണ് സ്കാറ്റർ ചെയ്ത് കിടക്കുന്നതെന്ന് ഒരു ഐഡിയ ഉണ്ടാക്കി വെക്കുക. നമുക്ക് ഇത് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ വരുന്നത് ഇതാണ്. വിച്ച് ഓഫ് ദ സ്റ്റേറ്റ്മെന്റ്സ് ഗിവൺ എബോവ് ഈസ് ഓർ ആർ കറക്റ്റ് റിഗാർഡിംഗ് ഏർലി വേദിക് ഏജ്? ഏർലി വേദിക് ഏജിനെ പറ്റിയുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ആദ്യത്തെ ഓപ്ഷൻ എന്താണ്? ഗേൾസ് വെയർ എഡ്യൂക്കേറ്റഡ് എലോങ് വിത്ത് ബോയ്സ്, വുമൻ ഹെൽഡ് ഹൈ പൊസിഷൻ ഇൻ സൊസൈറ്റി, വുമൻ വെയർ അലൗഡ് ടു അറ്റൻഡ് ബോത്ത് സഭ ആൻഡ് സമിതി. ഓൾ ദ എബോവ് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ്. അപ്പോൾ എന്താണ് ഇതിന് ആൻസർ വരുന്നത്? ക്ലാസ് കറക്റ്റ് ശ്രദ്ധിച്ച ആൾക്കാരാണെങ്കിൽ നമ്മൾ എന്താ പറഞ്ഞേക്കുന്നത്? ഏർലി വേദിക് ഏജിൽ വുമന് എന്താണ് മെന്നോടൊപ്പം ഈക്വൽ പൊസിഷൻ ആയിരുന്നു. അപ്പോൾ ഒരു ബെറ്റർ പൊസിഷൻ ഉള്ളപ്പോൾ അവർക്ക് എന്താണ് കല്യാണം കഴിക്കാൻ ഒരു പ്രോപ്പർ ഏജ്, ആരെയാണ് കല്യാണം കഴിക്കാനുള്ള തീരുമാനം വരെ അവരുടേതായിരുന്നു. അപ്പോൾ എന്താണ് എഡ്യൂക്കേറ്റഡ് ആയിരുന്നു, ഹൈ പൊസിഷൻ ആയിരുന്നു, എന്താണ് സഭയും സമിതിയും അറ്റൻഡ് ചെയ്യാൻ പറ്റുമായിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് മഹാജനപദ ലൊക്കേറ്റഡ് ഇൻ ദ നോർത്ത് വെസ്റ്റ് ഹാഡ് ഇറ്റ്സ് ക്യാപിറ്റൽ അറ്റ് തക്ഷില? തക്ഷിലയിൽ ക്യാപിറ്റലുള്ള മഹാജനപദ ഏതായിരുന്നു എന്നുള്ളത്. അപ്പോൾ തക്ഷിലയിൽ ക്യാപിറ്റലുള്ള ഏതാണ്? ആദ്യം കാണിച്ച മാപ്പ് ഓർമ്മയുണ്ടെങ്കിൽ നമ്മൾ എന്താണ് ആ ഒരു സൈഡിൽ നമുക്ക് 2 മഹാജനപദയാണ് വരുന്നത്. ഏത്? ഖാന്ധാരയും കൗശംബിയാണ്. അല്ല, ഖാന്ധാരയും കംബോജയാണ്. അപ്പോൾ ഇതിൽ എന്തായാലും കംബോജ ഇല്ല. അത് വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് ആൻസർ എന്താന്ന് പറയാം? ഖാന്ധാര. അല്ലെങ്കിൽ നമ്മൾ കറക്റ്റായിട്ട് പഠിച്ചു വെക്കണം ഏത് മഹാജനപദ ഏത് ക്യാപിറ്റലാണ്. ഏതാ വരുന്നത്? ഖാന്ധാരയാണ് വരുന്നത്. ഇനി അടുത്തത് ദ മഹാജനപദ പീരീഡ് ഈസ് ഓൾസോ നോൺ ആസ് ദ പീരീഡ് ഓഫ്. ഈ ഒരു പീരീഡിനെ വേറെ എന്ത് പീരീഡ് എന്നാണ് പറയപ്പെടുന്നത്? ആദ്യത്തെ നോക്കുക, ദ ഫസ്റ്റ് അർബനൈസേഷൻ. ഫസ്റ്റ് അർബനൈസേഷൻ എന്ന് പറയുമോ? കാരണം എന്താ? ഫസ്റ്റ് അർബനൈസേഷൻ ഒക്കെ ഏതാണ്? ഇൻഡസ് വാലി പീരീഡ് എന്നാണ്. അർബൻ നേച്ചർ. അപ്പോൾ ഫസ്റ്റ് അർബനൈസേഷൻ എന്ന് പറയാനുള്ള ചാൻസ് കുറവാണ്. ഗോൾഡൻ ഏജ് ഓഫ് ഇന്ത്യ എന്ന് പറയാൻ നമ്മൾ എന്താണ് കറക്റ്റ് അങ്ങനെ പ്രത്യേക കാര്യങ്ങളൊന്നും പഠിച്ചിട്ടില്ല. അപ്പോൾ അതും നമുക്ക് എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഫസ്റ്റ് അർബനൈസേഷന് ഗോൾഡൻ ഏജ്. റൈസ് ഓഫ് റോമൻ വെയറും റൈസുമായിട്ടൊന്നും റിലേറ്റ് ചെയ്ത് വരാൻ പറ്റത്തില്ല നമുക്ക്. അപ്പോൾ എന്താണ് എടുക്കാൻ പറ്റുന്നത്? സെക്കൻഡ് അർബനൈസേഷൻ ഇൻ ഏൻഷ്യൻ ഇന്ത്യ. ഏൻഷ്യൻ ഇന്ത്യയിലെ 2ാമത്തെ അർബനൈസേഷൻ പീരീഡ്. കാരണം എന്താണ് ആദ്യത്തെ വരുന്ന ഏതാണ്? ഇൻഡസ് വാലി സിവിലൈസേഷൻ. ലേറ്റർ വേദിക് പീരീഡ് അല്ലെ വേദിക് കാലഘട്ടം എന്താണ്? റൂറൽ നേച്ചറാണ്. റൂറൽ നേച്ചർ. അപ്പോൾ ഒരു സെക്കൻഡ് അർബനൈസേഷൻ പീരീഡ് എന്ന് പറയുന്നത് ഏതാണ്? ഈ മഹാജനപദയുടെ പീരീഡാണ്. അടുത്തത് വിച്ച് ഏൻഷ്യൻ സിറ്റി സെർവ്ഡ് ആസ് ദ ക്യാപിറ്റൽ ഓഫ് മഗധ മഹാജനപദ, ദ മോസ്റ്റ് പ്രൊമിനന്റ് ഓഫ് 16 സ്റ്റേറ്റ്സ്. ഈ ഒരു മഹാജനപദയിൽ എന്താണ്? മഗധയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് ഞാൻ പറഞ്ഞു. മഗധയുടെ ക്യാപിറ്റൽ ഏതാണ്? ഉജ്ജയിന്, വൈശാലി, ചമ്പ, രാജ്ഗൃഹ. ഏതാണ് വരുന്നത്? പറഞ്ഞായിരുന്നു രാജ്ഗൃഹ അല്ലെ രാജ്ഗിർ പറയും. എവിടെയാണ് വരുന്നത്? മോഡേൺ ഡേ ലൊക്കേഷൻ നോക്കുകയാണെങ്കിൽ ബീഹാർ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഏതില് വേദിക് ഏജും മഹാജനപദാസും റിലേറ്റ് ചെയ്ത് നമ്മൾ പഠിച്ചത്. നമ്മൾ ഏൻഷ്യൻ്റ്
ഓക്കെ, നമ്മളപ്പോൾ ഏൻഷ്യൻ ഹിസ്റ്ററിയുടെ സീരീസിലെ രണ്ടാമത്തെ ക്ലാസ് ആയിരുന്നു. ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ എന്താണ് സ്റ്റോൺ ഏജും ഇൻഡസ് വാലി സിവിലൈസേഷനും നോക്കി. രണ്ടാമത്തെ ക്ലാസ്സായി ഇന്ന് നമ്മൾ വേദിക് ഏജും മഹാജനപദാസുമാണ് നോക്കിയത്. അടുത്ത ക്ലാസ്സിൽ എന്താണ് ഈ വേദിക് ഏജ് കഴിഞ്ഞിട്ട് വരുന്ന റിലീജിയസ് ഐഡിയാസ് ആയിട്ടുള്ള ബുദ്ധിസം, ജെയിനിസം ആണ് നോക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇന്ന് വൈൻഡപ്പ് ചെയ്യാം. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളും ഡൗട്ടുകളും ഉണ്ടെങ്കിൽ കമൻ്റ് ആയിട്ട് ചോദിക്കാം. അടുത്ത ക്ലാസ്സിലേക്ക് കാണാം. ബൈ.